ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ഉണ്ടല്ലോ, ഇത്രയും നേരം കണ്ടതൊന്നും സ്പെഷ്യൽ അല്ലേ? അതിന്റെ കാൾ സ്പെഷ്യൽ. നമ്മൾ സ്പെഷ്യലിന്റെ ആൾക്കാരാണ്, വളരെ സ്പെഷ്യൽ തന്നോണ്ടിരിക്കും. ഇത് സ്പെഷ്യൽ ആവാൻ ഒരു സ്പെഷ്യൽ റീസൺ ഉണ്ടെങ്കിലോ? ഉറപ്പായിട്ടും. അല്ലേ? അപ്പൊ ആ സ്പെഷ്യൽ ഡാൻസും എന്താണ് അത് സ്പെഷ്യൽ ഡാൻസ് ആയത് എന്നൊക്കെ നമുക്ക് ഇപ്പൊ തന്നെ കാണാം. സോ ഒരു വലിയ കയ്യടി കൊടുത്ത് നമുക്ക് ആ പെർഫോമൻസിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. പ്ലീസ് വെൽക്കം. ഇന്നു നല്ല ലാക്ക, ഇന്നു നല്ല ജോക്ക, ഇന്നു നല്ല ഷോക്ക, എന്നെയൊന്നു നോക്കടി നിറബേക്ക. ഇന്നു നല്ല ലാക്ക, ഇന്നു നല്ല ജോക്ക, ഇന്നു നല്ല ഷോക്ക, എന്നെയൊന്നു നോക്കടി നിറബേക്ക. മുട്ടയുണ്ട്, റൊട്ടിയുണ്ട്, പാട്ടലുണ്ട്, പുതു മട്ടനുണ്ട്, മുട്ടയുണ്ട്, നല്ല റൊട്ടിയുണ്ട്, ബിയർ ബാട്ടലുണ്ട്. മട്ടനുണ്ട്, മുട്ടയുണ്ട്, റൊട്ടിയുണ്ട്, പാട്ടലുണ്ട്, പച്ചമീൻ പൊരിച്ചതുണ്ട്, മെത്തമാവിരത്തിയുണ്ട്. പൊട്ടി നിന്ന് പറ്റി നിന്ന് തൊട്ടി നിന്ന് മുട്ടി നിന്ന് ജോളിയായി ജോഡിയായി കോണിയായി ഡാൻസ് ഇടാ. ഇന്ന് നല്ല ലാഗ, ഇന്ന് നല്ല ജോക, ഇന്ന് നല്ല ഷോക്ക, എന്നെയൊന്നു നോക്കടി നിറബേക്ക. സ്വീറ്റ് നല്ല ഈ പ്ലേറ്റിലുണ്ട്, നിൻ ഹാർട്ട് പോലെ ബ്യൂട്ടി ഇതിലുണ്ട്. സ്വീറ്റ് നല്ല ഈ പ്ലേറ്റിലുണ്ട്, നിൻ ഹാർട്ട് പോലെ ബ്യൂട്ടി ഇതിലുണ്ട്. Take you, drink you, thank you, my dear. Take you, drink you, thank you, my dear. എന്റെ കൂടെ നില്ല നിറബേക്ക. ഇന്ന് നല്ല ലാഗ, ഇന്ന് നല്ല ജോക, ഇന്ന് നല്ല ഷോക്ക, എന്നെയൊന്നു നോക്കടി നിറബേക്ക. ബെല്ലടിച്ചു നീ ചെല്ല ചെല്ല, നിന്നെല്ലൊടിച്ച് കൊല്ലുമേ കാളേ. ബെല്ലടിച്ചു നീ ചെല്ല ചെല്ല, നിന്നെല്ലൊടിച്ച് കൊല്ലുമേ കാളേ. യുയട്ടും പാടി നിന്നല്ല പഠിക്കുകയും തൊപ്പി വെച്ച കായകൻ ചെരുപ്പെടുത്തടിച്ചിടും. ഇന്ന് നല്ല ലാക്ക, ഇന്ന് നല്ല ജോക, ഇന്ന് നല്ല ഷോക്ക, എന്നെയൊന്നു നോക്കടി നിറബേക്ക. ഇന്ന് നല്ല ലാഗ, ഇന്ന് നല്ല ജോക, ഇന്ന് നല്ല ഷോക്ക, എന്നെയൊന്നു നോക്കടി നിറബേക്ക. ക്യൂട്ടായിരുന്നു അല്ലേ കാണാൻ? ശരിക്കും സൂപ്പർ ക്യൂട്ടായിട്ടുള്ള ഒരു പെർഫോമൻസ് ജിതിക ചേച്ചി ആൻഡ് വിനീഷ് ഏട്ടൻ. അപ്പൊ ആദ്യം എനിക്ക് തോന്നുന്നു ജോബിൻ ചേട്ടാ, ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് യു. ഹായ് ജിതിക. ഹായ് വിനീഷ്. കുറേ കാലങ്ങളായിട്ട് വിനി എവിടെയായിരുന്നു പറ? ഞാനൊരു സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യണമായിരുന്നു 4 വർഷമായിട്ട്. കൊച്ചി തന്നെ ഉണ്ടോ? പാലയിലാണ്. ഓക്കെ. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ അവിടെ നിന്ന് ജോലി പോയി. അത് കഴിഞ്ഞ് കുറച്ച് രണ്ടൊന്ന് മാസം വെറുതെ ഇരുന്നു. അപ്പോൾ വേറെ വർക്കൊന്നും ഉണ്ടായില്ല, ശരിക്കും അന്വേഷിക്കണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്താണ് എനിക്ക് ഇവിടുന്ന് കോള് വരണത്. ഒരു ദൈവത്തിൻ്റെ വിളി പോലെ തന്നെ
മൈ ഗോഡ്. വന്നതാണ്. ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് എല്ലാവിധ ആശംസകളും കേട്ടോ. മോൻ ഇവിടെ വന്നിട്ട് ഒരു വലിയൊരു തരംഗം സൃഷ്ടിച്ച് തന്നെ ഇവിടുന്ന് പോകണം. അത്രയും കഴിവുള്ള ഒരു ആർട്ടിസ്റ്റാണ് വിനി. അതുപോലെ ജിതികയിലേക്ക് വരാം. ജിതിക നന്നായിട്ട് ക്യൂട്ട് പെർഫോമൻസ് ആയിരുന്നു രണ്ടുപേരും കേട്ടോ. ഇപ്പൊ ഇവരെല്ലാം എന്താ, ഒരു ബാഹുബലി കഴിഞ്ഞു, ഒരു ക്ലാസിക്കൽ ഇത് കഴിഞ്ഞു. ഇത് വലിയ പ്രോപ്പർട്ടി വെച്ച് കിടിലം പെർഫോമൻസ്. ചെറിയ പ്രോപ്പർട്ടി വെച്ച് നിങ്ങൾ ഇവർ ഡ്രൈ ഐസ് ഇട്ട കലം വെച്ച് നിങ്ങൾ പ്രോപ്പർട്ടി ആക്കി അല്ലേ? കാശ്മീരിലെ റോജാപ്പൂവേ നീന്തിരിഞ്ഞവോ റോജാപ്പൂവേ, കാശ്മീരിലെ റോജാപ്പൂവേ നീന്തിരിഞ്ഞവോ റോജാപ്പൂവേ, ദാൽ തടാകമാ. ക്യൂട്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തത്, അങ്ങോട്ട് ചിക്കൻ അതൊക്കെ വെച്ചിട്ട് മുട്ടയൊക്കെ വെച്ച് ചെയ്തത് ഭയങ്കര ക്യൂട്ടായിരുന്നു. ഭയങ്കര രസമുണ്ടായിരുന്നു. ഓക്കെ, ജിതിക ഇടയ്ക്ക് ചില സ്ഥലങ്ങളിലും ഇങ്ങനെ മിസ് ഔട്ട് ആവുന്ന പോലെ എനിക്ക് ഇടയ്ക്ക് ഒരു ഇതുണ്ട്. എല്ലാം അടിപൊളിയായിട്ട് വന്നു. ഇൻ ബിറ്റ്വീൻ സെൻറ്ററിലെത്തിയപ്പോൾ ഒന്ന് മിസ് ഔട്ട് ആവുന്ന പോലെ എനിക്ക് കോൺഫിഡൻസ് കുറവുള്ള പോലെ എന്തോ ഫീൽ ചെയ്തു. പക്ഷെ പ്രാക്ടീസ് ചെയ്യാൻ പ്രോപ്പർ ടൈം കിട്ടാത്ത അതിനൊരു കാരണം കൂടി ഉണ്ട്. കാരണം ഞാൻ വയനാട്ടില് മുണ്ടക്കൈക്കാരിയാണ്. ഉരുൾപൊട്ടലുണ്ടായി അവിടുത്തെ ഫസ്റ്റ് ഇൻഫോം ചെയ്ത് ഞാനാണ്. ജിതിക പ്രേം അവിടെ ഡാൻസ് ടീച്ചറായിരുന്നു ചൂരമല സ്കൂളിലെ. വയനാട്. അതിന്റെ ശേഷം എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് കുറവാണ് സത്യം പറഞ്ഞാൽ. ഞാൻ ചെയ്യുന്നത് ശരിയാണോ എന്നുള്ളൊരു ചിന്ത എനിക്ക് നല്ല മനസ്സിൽ വരുന്നുണ്ട്. അതിനുശേഷം ഞാൻ പുറകോട്ട് വലിയ ഈ തുറന്നു കഴിഞ്ഞതിന് ശേഷം എനിക്ക് കടന്നുറങ്ങുക എന്നുള്ളൊരു ഒരു പരിപാടി അല്ലെങ്കിൽ ഉറങ്ങുക. കാരണം ഞാൻ ചൂരമല സ്കൂളിലും പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എനിക്ക് ജോലിയില്ല. ഞാൻ എന്തെങ്കിലും കിട്ടുന്ന വർക്ക് മാത്രമാണ് ചെയ്തിട്ട് പോകുന്നത്. അപ്പോൾ എനിക്ക് എന്താ പറയുക, മാനസികമായിട്ടും എനിക്ക് ഭയങ്കര വിഷമത്തിലാണുള്ളത്. കാരണം അന്ന് ഞാൻ പഠിപ്പിച്ച കുട്ടികൾ പോലും ഇന്ന് ഇല്ല. മോള് പഠിപ്പിച്ച സ്കൂളായിരുന്നു ചൂരൽമല ഒലിച്ചുപോയ സ്കൂള്. അന്ന് തലേ ദിവസം ഞാൻ ആ കുട്ടീൻ്റെ ബർത്ത്ഡേക്ക് പോയിട്ടുണ്ട്. ആ കുട്ടി ഇന്നില്ല. അതുപോലെ തന്നെ ഒരു കുട്ടി മഴയായിട്ടും വാശി പിടിച്ചിട്ട് അന്ന് ക്ലാസ്സിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ കുട്ടിയില്ല. ആ കുട്ടീൻ്റെ അച്ഛനോ അമ്മയുണ്ട്, ബ്രദർ ചെറിയ കുട്ടി, അവൻ എങ്ങനെയോ കഴിച്ചിലായിട്ടുണ്ട്. ഓരോരുത്തരും എനിക്ക് വേണ്ട. സോറി മോളെ, അതിന് കോൺഫിഡൻസ് കുറവ് എന്ന് പറഞ്ഞത് അതുകൊണ്ടല്ല. ഞാൻ സത്യം പറഞ്ഞ എനിക്ക് ചില ആൾക്കാരെ തന്നെ മനസ്സിലാവാത്തൊരു സംഭവം വന്നിട്ടുണ്ടായിരുന്നു. ഞാനല്ലാണ്ടാവുക എന്ന് പറയില്ലേ, ഞാനല്ലാണ്ടായി. എനിക്കിത് 3-ാം ജന്മമാണ്. എൻ്റെ ജീവിതത്തിൽ പല സിറ്റുവേഷനും കടന്നു പോയിട്ടുണ്ട്. ഒന്ന് നമ്മൾ അച്ഛൻ്റെ അമ്മൻ്റെ അടുത്ത് താമസിക്കുമ്പോൾ നമ്മൾ ഹാപ്പി ലൈഫായിരുന്നു. പിന്നെ വിവാഹം എന്നുള്ളതിൽ വന്നപ്പോൾ പലതും അനുഭവിക്കേണ്ടി. ഞാൻ 16 വർഷം ഞാൻ ചെലങ്ക കെട്ടിയിട്ടില്ല. ഞാൻ 16 വർഷം +2 പഠിക്കുമ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞത്. അതിനുശേഷമാണ് ഞാൻ ഇതിലേക്ക് വരുന്നത്. കുറച്ച് വർഷമായിട്ടുള്ളൂ. എനിക്ക് 3 മക്കളാണുള്ളത്. 3 കുട്ടികളുണ്ട് പഠിക്കണ. ഹസ്ബൻഡ് മരണപ്പെട്ടു. അപ്പൊ എൻ്റെ മക്കളെ നോക്കണം എന്നുള്ളതിൽ ഞാൻ പല സ്കൂളുകളിലും സത്യം പറഞ്ഞാൽ ഞാൻ പോയിട്ട് വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, ഒരവസരം തരുമോ എന്ന് ചോദിച്ചിട്ട്. പക്ഷെ എന്നെ കാണാൻ ഒരാൾ പോലും ഉണ്ടായിട്ടില്ല ഇതുവരെ. പക്ഷെ ഫ്ലവേഴ്സ് ചാനൽ എന്നെ വിളിച്ചപ്പോൾ എനിക്ക് മനസ്സിലൊരു ഉറപ്പുണ്ടായിരുന്നു, ഇതെന്റെ ഉയർച്ചയ്ക്കുള്ള ഒരു വഴിയാണ്. ഞാൻ വിജയിക്കുന്നുണ്ടോന്നല്ല, എന്റെ 3 കുട്ടികളെ വിട്ടിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ അവരെ സപ്പോർട്ട് കൊണ്ട് മാത്രം ഞാൻ ഒറ്റയ്ക്കാണ് വന്നിട്ടുള്ളത്. എനിക്ക് ആരുമില്ല, ഞാൻ ഒറ്റയ്ക്ക്. അവര്
അവർ പഠിക്കണതുകൊണ്ട് അവർക്കൊന്നും വരാൻ പറ്റൂല. ഞാൻ എപ്പോഴും ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കുക. എനിക്ക് കരച്ചിൽ വരില്ല, കാരണം ഒരുപാട് കരഞ്ഞിട്ടുണ്ട് ഞാൻ. പക്ഷേ ഈ ഒരു ഫ്ലോറ് ഞാൻ വിജയിക്കുന്നുണ്ടോയെന്ന് അതല്ല എനിക്ക് പ്രാധാന്യം. ഇത്രയും ആൾക്കാർ അറിയപ്പെടുന്ന സെലിബ്രിറ്റീസിൻ്റെ കൂടെയാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കണേ. അതിന് എനിക്ക് ഈ ഫ്ലവേഴ്സ് ചാനലിനോടും ഇതിന് കാരണക്കാരായ കുറേ ആൾക്കാരുണ്ട്, അവരോടൊക്കെ ഒരുപാട് നന്ദി. ഞാനൊരു വയനാട്ടുകാരനാണ്. അപ്പം ജിതികയ്ക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു അനിയനെ പോലെ ഞാൻ കൂടെ തന്നെ ഉണ്ടാവും. സങ്കടമെന്നൊരു ചെങ്കടലകളിൽ പഠിപ്പിക്കുവാണോ അവിടെ? അല്ല, ഞാൻ ഡാൻസ് ക്ലാസ്സസ് ആ ചുരൽമല സ്കൂളിലായിരുന്നു. അതെങ്ങനെ എനിക്ക് ഇനി പറയാം. ചേച്ചി, എനിക്ക് തോന്നുന്നു ആ സമയത്ത് നിങ്ങൾക്കൊരു തിരുവാതിര കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു. അവിടുത്തെ അമ്പലങ്ങളിലൊക്കെ സ്ഥിരമായിട്ട് തിരുവാതിര ഡാൻസ് ചെയ്യുന്ന ഒരു ടീം ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞ ആ തിരുവാതിര ഗ്രൂപ്പ് അവർ വളരെ ക്ലോസ്ലി ബോണ്ടഡ് ആയിരുന്നു. അതിൽ പലരും ഇല്ല. ആ ലാൻഡ് സ്ലൈഡിൽ അവരും പോയി, ഈ പറയുന്ന മക്കള് പോയി, സ്കൂളിലുണ്ടായിരുന്ന ജിതിക ചേച്ചിക്ക് ചുറ്റുമുണ്ടായിരുന്ന പ്രിയപ്പെട്ടവർ ഒരുപാട് പേര് പോയി. അന്ന് എനിക്ക് തോന്നുന്നു ഒരു പോസ് നടന്നതാണ് ജിതിക ചേച്ചിയുടെ ലൈഫിൽ. ഇമോഷണലി ഇപ്പൊ എല്ലാവരും വിചാരിക്കും ഇവള് ഭയങ്കര ഹാപ്പിയാണല്ലോ, എല്ലാവരുടെയും ഹാപ്പിയാണല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ ഞാൻ എപ്പോഴും ചിരിച്ചിട്ടേ നടക്കുള്ളൂ. പക്ഷെ ഉള്ളിൽ വേദന ഉള്ളത് ഞാനിതുവരെ പുറത്ത് കാണിക്കാറില്ല. അത്ര വിഷമം എല്ലാം കൊണ്ടും ഉണ്ട് ജീവിതത്തിൽ, എല്ലാം കൊണ്ടും ദുരന്തമടക്കം എല്ലാം കൊണ്ടും ഒരു പരാജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഫ്ലവേഴ്സ് TV എന്നെ വിളിക്കുന്നത്. എല്ലാവിധ നന്ദികളും ഫ്ലവേഴ്സ് TVക്കാണ്. നമുക്ക് ഈ സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും ഒരുപാട് കലാകാരന്മാരെ കുറിച്ചാണ് ജിതിക ചേച്ചി സംസാരിക്കുന്നത്. നമുക്ക് വയനാട്ടിന് വേണ്ടിയിട്ടും നമ്മളെ വിട്ടുപോയവർക്കും വേണ്ടിയിട്ടും നമുക്കൊരു കുറച്ച് സമയം, ഒരു സൈലൻസ്, ഒരു മൗനം. നമ്മൾ കണ്ടില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ ആ തിരുവാതിര ഗ്രൂപ്പ്, പിന്നെ കുറെ കുട്ടികൾ, ആ മക്കള്, ഒരു ഉമ്മമാര്, അങ്ങനെ ആരും തന്നെ ഇപ്പൊ നമ്മുടെ കൂടെ ഇല്ല. എൻ്റെ ചേട്ടായും മോളും ചേച്ചിയും മരണപ്പെട്ടിട്ട് ഉണ്ട്. അതെനിക്ക് തിരിച്ചു വരാൻ പോകണില്ല. താങ്കളിപ്പോൾ സംസാരിക്കുന്നത് താങ്കളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നാണ്. താങ്കളുടെ കഥ ഞങ്ങളുടെ കഥയും കൂടിയാണ്. ആക്ച്വലി ഇതൊരു സ്പെഷ്യൽ പെർഫോമൻസ് എന്ന് എനിക്ക് പറയാൻ ഭയങ്കര വിഷമമുണ്ട്. ദിസ് ഈസ് നോട്ട് സ്പെഷ്യൽ, ദിസ് ഈസ് എ ട്രൂ പെർഫോമർ, ദിസ് ഈസ് എ ട്രൂ ആർട്ടിസ്റ്റ്. ഇതാണ് യഥാർത്ഥ കലാകാരി. ഇതിനെ വെല്ലാൻ ഇനി നമുക്ക് എന്താ ഉള്ളത്? നമുക്കിനി എന്തുണ്ടായിട്ടും ഒരു കാര്യമില്ല. ശിൽപ,
ഇവർ സ്പെഷ്യൽ പെർഫോമൻസിനാണ് ഇവിടെ എത്തിയത്. പക്ഷേ ഇവർ ഇനി ഇവിടെ നിന്ന് മത്സരിക്കും. അവർക്ക് രണ്ടുപേരും കൂടി 10 ടീമുണ്ട്. ഇത് 11ാമത്തെ ടീം. ഇത് എൻ്റെ ടീമാണ്. ഇത് ഞങ്ങൾ പ്രേക്ഷകരായിട്ടെടുത്ത ടീമാണ്. ഇവരെ ഞങ്ങൾ പ്രേക്ഷകർ കൊണ്ടുപോകും. ഞങ്ങൾ രണ്ടുപേരും ഹലോ വാ നമ്മൾ പോളിക്കും. നോബി ചേട്ടാ, നമ്മുടെ 11ാമത്തെ ടീമാണോ ഇത്? അതെ അതെ, നമ്മുടെ വയനാട്. വിനീഷ് ചേട്ടൻ നേരത്തെ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ദൈവത്തിന്റെ ഒരു വിളി പോലെയാണ് ഇവിടുന്ന് തോന്നിയെന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഇതിപ്പം ശരിക്കും ദൈവം വന്ന് നിൽക്കുന്നത് നോബി ചേട്ടന്റെ രൂപത്തിലാണ്. നിങ്ങളുടെ ഞാനല്ല, ഞാൻ പറഞ്ഞല്ലേ, നമ്മൾ പ്രേക്ഷകരായിട്ടെടുത്ത് നമ്മളെല്ലാരും നമ്മൾ പൊളിക്കും കേട്ടാ. അതെ, ഒരുപാട് സ്നേഹം, നന്ദി മാത്രമേ പറയാനുള്ളൂ. ഈ ഒരു അവസരത്തിൽ ഇവിടെ വന്ന് ആ പാട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു റോം കോം സോങ് ആണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. അതാണ് പറയുന്നത്, നമ്മുടെ ഈ ജോക്കർമാരുടെ കഥ പറയില്ലേ, നമ്മൾ ഒരിക്കലും അതിന്റെ ബാക്കിൽ എന്താണെന്ന് നമ്മൾ അറിയാറില്ല. ഇത് വൺ ഓഫ് ദോസ് സ്റ്റോറീസ്. പ്ലീസ് ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് ഫോർ ജിതിക ആൻഡ് വിനീഷ്, who is our next team, the 11th team of Dance Dhamaka. ഓക്കേ അല്ലേ, നിങ്ങൾ ഓക്കേ അല്ലേ? 100% അത് കൂടെ ഉണ്ടല്ലോ. കാർമുകിൽ മൂടണ മൂവന്തി മുറ്റത്തെ ചായില്യ ചോരയിൽ കതിരോനൊടുങ്ങിയല്ലോ. അനു, നമ്മള് വളരെ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ്. ഐ മീൻ, എന്താ പറയാനുള്ളത്? എനിക്ക് തോന്നുന്നു ആ സമയത്ത് അനു വയനാട്ടിലുണ്ടായിരുന്ന ഒരു ടൈമിലാണോ ഇത്? ആ സമയത്ത് ഞാൻ ആക്ച്വലി കൊച്ചിയിൽ നിന്ന് രാത്രി വയനാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഏകദേശം പുലർച്ചെ ഒരു 3 മണിയായപ്പോൾ ഞാൻ താഴെ അടിവാരത്തിലാണ്. അടിവാരം എത്തിയപ്പം ബസ്സൊക്കെ എല്ലാം ബ്ലോക്കാണ്. ബസ്സൊക്കെ തിരിച്ചു വരികയാണ്, വെള്ളം കയറിയെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ബസ്സൊക്കെ തിരിച്ചു വരാൻ മാത്രം, ബസ്സാകുമ്പോൾ കയറി പോവുമല്ലോ. അപ്പം എന്താ ഇത്ര വെള്ളം കയറി, എന്തൊരു മഴയാലേന്ന് പറഞ്ഞിട്ട് നമുക്ക് 2-3 വഴിയുണ്ട്. മുക്കം വഴി പോവാം, അങ്ങനെ മാറി മാറി പോവാം. അപ്പം നമ്മൾ ഏത് വഴി പോയാലും പ്രശ്നം, പോവില്ല, വണ്ടി പോവില്ല എന്ന് പറയുകയാണ്. അപ്പം എനിക്ക് പകുതി ഉറക്കാണ്, കാരണം പുലർച്ചയായിട്ടുണ്ട്. നമ്മൾ ഈ ഫോണ് നോക്കുന്നില്ല. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ മലപ്പുറം വഴി പോവാൻ നോക്കിയപ്പോഴാണ് ഒരാൾ പറഞ്ഞത് വയനാട് പൊട്ടിയിട്ടുണ്ട് എന്ന്. വയനാട് പൊട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ അമ്മ, അച്ഛൻ, അനിയത്തി, അങ്ങനെ എൻ്റെ ഫാമിലി ഫുള്ള് വയനാട്ടിൽ. എനിക്ക് എങ്ങനെയും അവിടെ എത്തിയാൽ മതി, പൊട്ടിയാൽ എനിക്കൊന്നും അറിയണ്ട. ഞാനും വിഷ്ണുവേട്ടനും കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് വൈകിട്ടാണ് അവിടെ എത്തുന്നത്. അവിടെ എത്തിയപ്പോഴാണ് എനിക്ക് എന്താ അവിടെ സംഭവിച്ചതെന്ന് അറിയുന്നത്. ആക്ച്വലി എൻ്റെ വീട്ടിൽ നിന്നൊരു 10 കിലോമീറ്ററേ ഉള്ളൂ മുണ്ടക്കൈ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. ഞാൻ എൻ്റെ വീട്ടിൽ ആര് വന്നാലും ഞാൻ ഇവിടേക്ക് വിളിച്ചുകൊണ്ടുപോയി ഈ സ്ഥലം കാണിക്കാൻ. അവിടെ പോകുന്ന എല്ലാവരും എന്നോട് പറയും, ആ സ്കൂളൊക്കെ ഞാൻ കാണിച്ചു കൊടുക്കുന്ന എല്ലാവരും എന്നോട് പറയും, ഇവരെന്തൊരു ഭാഗ്യം ചെയ്ത ആൾക്കാരാണ്, ഇത്ര ഭംഗിയുള്ള സ്ഥലത്ത് അവർ താമസിക്കുന്നതെന്ന്. ഞാൻ അന്നത്തിന് ശേഷം ഞാൻ ഇന്ന് വരെ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. കുറേ പേര് അവിടെ പൊട്ടിയത് കാണാനായിട്ട് വരാറുണ്ട്. പക്ഷെ എനിക്ക് ഇന്ന് വരെ എനിക്കത് അവിടെ കാല് കുത്താൻ പോലും എനിക്ക് സാധിക്കില്ല. എനിക്ക് പരിചയക്കാരൊന്നും ഇല്ല അവിടെ. പക്ഷെ വിഷ്ണുവേട്ടനൊക്കെ അറിയുന്ന ഒരുപാട് പേര് ഇല്ല ഇപ്പോൾ. അത് മാത്രം നമുക്കിപ്പോൾ കാണാൻ പറ്റും, അവിടെ അവരെ മരിച്ചിട്ട് അവരെ അടക്കിയ ഭാഗങ്ങളിലൊക്കെ പാരൻസ് ഇല്ലേ, പാരൻസ് അല്ലെങ്കിൽ അവരെ കുടുംബക്കാരൊക്കെ വന്നിട്ട് പിള്ളേർക്ക് കളിപ്പാട്ടങ്ങൾ വെച്ചിട്ട് പോവുക. എൻ്റെ മക്കൾക്ക് ഇതൊക്കെ ഇഷ്ടമാണ്. നമുക്കതൊന്നും കണ്ടു നിൽക്കുക. എനിക്ക് അവിടെ പ്ലേ ചെയ്ത വീഡിയോ ഇല്ലേ, അതൊന്നും ഞാൻ ഫുള്ള് നോക്കിയില്ല, എനിക്ക് പറ്റില്ല. ഇപ്പോഴും മഴ പെയ്യുമ്പോൾ ആദ്യം പ്രാർത്ഥിക്കുന്ന ദൈവമേ ഒന്നും ഉണ്ടാവല്ലേ, ആരെ ജീവനും ഒരാപത്തും ഉണ്ടാവില്ലേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ജിതിക രണ്ടുപേരും പെർഫോമൻസ് നല്ല ക്യൂട്ട് പെർഫോമൻസ് ആയിരുന്നു. എന്തായാലും ഈ ഫ്ലവേഴ്സ് ചാനലിലെ ഡാൻസ് ധമാക്ക വലിയൊരു തുടക്കമാവട്ടെ. നല്ലൊരു അവസരമല്ലേ കിട്ടിയത്. നമ്മളെ വയനാട്ടുകാർക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്നൊരു വലിയ അവസരമാണ്. നേരത്തെ ജിതിക പറഞ്ഞില്ലേ, ഒരുപാട് സങ്കടങ്ങൾ മനസ്സിലൊതുക്കിയിട്ട് ഞാൻ ചിരിക്കാറാണെന്ന്. ആ ഒരു കോൺഫിഡൻസ് എല്ലാവർക്കും ഒന്നും കിട്ടാറില്ല. അതല്ലേ ഏറ്റവും വലിയ കോൺഫിഡൻസ്. പിന്നെ ഈസി ആയിട്ട് കയറി പോവാം. അപ്പം ഇനി നല്ല പെർഫോമൻസ് ചെയ്യാം കേട്ടോ. സന്തോഷമായിട്ട് ഇരിക്കുക. എനിക്കറിയാം നമ്മളെ നഷ്ടങ്ങളൊന്നും നികത്താൻ നമുക്ക് ആർക്കും സാധിക്കില്ല. പക്ഷെ നമ്മുടെ കയ്യിൽ ഒതുങ്ങാത്ത കുറച്ച് കാര്യങ്ങളില്ലേ, നമുക്കൊന്നും ചെയ്യാനില്ല. ഇനി മുന്നോട്ടുള്ള ലൈഫ് ഭംഗിയാക്കുക. വയനാട്ടുകാർക്ക് വലിയൊരു അഭിമാനമാവട്ടെ. നമ്മളൊക്കെ ഉണ്ട് കൂടെ കേട്ടോ. ലക്ഷ്മി ചേച്ചി, എനിക്ക് എന്താ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആ മ്യൂസിക് അനുസരിച്ചിട്ട്
അഭിനയം ആ സ്റ്റൈൽ സൂട്ട് ചെയ്തു, ഡാൻസ് സ്റ്റെപ്സ് ആ സ്റ്റൈൽ സൂട്ട് ചെയ്തു, എല്ലാ മൊത്തം ഒരു ഹാർമണി ഉണ്ടായിരുന്നു. ഇത് ഈ അഭിനയം ടുഡേസ് പോലെ ഇല്ലെങ്കിൽ ആക്ഷൻസ് ഇതൊരു 1960s 70s മ്യൂസിക് ഇൻഫ്ലുവൻസ് അല്ലേ? ആൻഡ് ഈവൻ ദ സ്റ്റെപ്സ്, എല്ലാ ദോസ് വെസ്റ്റേൺ സ്റ്റെപ്സ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തു. ആൻഡ് വിത്ത് കോമഡി ആൻഡ് ടൈമിങ് ആൻഡ് ഡാൻസ് ആ തീം വെച്ചിട്ട് വളരെ നന്നായിട്ട് 2 പേര് ചെയ്തു. ആൻഡ് ഡിഫിക്കൾട്ട് ആക്ച്വലി because she was giving even slapstick expressions. എനിക്കത് പണ്ടത്തെ ഒരു ഇംഗ്ലീഷ് മൂവി കാണുന്ന പോലെ എനിക്ക് തോന്നി ആക്ച്വലി. ഡോറത്തി മദാമ എന്നൊക്കെ നമ്മൾ അല്ലേ, ആ ഒരു ഗെറ്റപ്പ് ആയിരുന്നു ജിതിക ചേച്ചിക്ക്. ഞാൻ വളരെ എൻജോയ് ചെയ്തു ജിതിക ആൻഡ് വിനീഷ്. ക്രേഷ് ബിസ്ക്കറ്റ്സ് എന്തോ ഇഷ്ടമാണ് എല്ലാവർക്കും. എനിക്കിവിടെ എല്ലാവർക്കും കുറച്ച് ബിസ്ക്കറ്റ് കൊടുക്കണം. കുറച്ച് ബിസ്ക്കറ്റിന്റെ സെയിൽ ഞാൻ തുടങ്ങിയിട്ടുണ്ട്. ക്രേഷ് ബിസ്ക്കറ്റ്. ഇതാണ് ബിസ്ക്കറ്റ് കച്ചവടം. ഹോൾസെയിൽ കച്ചവടം ഉണ്ട് ഏട്ടാ. ഹോൾസെയിലും ഉണ്ട്, റീറ്റെയിലും ഉണ്ട്. എങ്ങോട്ട് പോണേ ചേട്ടാ? കാര്യം പറയട്ടെ, എങ്ങോട്ട് പോണേ? പോയതല്ല പിന്നെ പോയതല്ല മ്യൂസിക് നിർത്തിയിരുന്നെങ്കിൽ ഡയലോഗ് പറയായിരുന്നു. പോയതല്ല, ആക്ഷൻ ഇട്ടതാണ്. അതായത് ഒരു സർപ്രൈസ് ഉണ്ട്. നന്നായിട്ട് പെർഫോം ചെയ്ത എല്ലാവർക്കും ക്രൈസ് ബിസ്ക്കറ്റിന്റെ ഗിഫ്റ്റ് ഹാമ്പർ ഉണ്ട്. അത് ഞാൻ സ്പോൺസർ ചെയ്യണം കേട്ടോ. എല്ലാവർക്കും ഉണ്ട്. എന്തോ ഇഷ്ടമാണ് എല്ലാവരും. മതിയോ? ഇഷ്ടമില്ലാത്ത കുറെ പേരുണ്ടല്ലോ. എനിക്ക് ഇഷ്ടമല്ല. നമ്മൾ ആ ടോപ്പ് സിംഗറിൽ പാടുന്ന മോളെ ഇത് ഡാൻസിന്റെ ഫ്ലോറാണ്. ടോപ്പ് സിംഗർ തിങ്കളാഴ്ച ഉള്ള ഷൂട്ട് പോയിട്ട് അന്ന് നമ്മളെ ഫ്ലോറിൽ വന്നിട്ട് നമുക്ക് ഒരു പാട്ട് പാടാൻ തോന്നുന്നുണ്ട്. കുട്ടികളായതുകൊണ്ട് നമ്മൾ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കണം. എത്ര കുട്ടിയായാലും ഇഷ്ടമില്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിഷമം വരും. വേണ്ടേ? റൈസ് ബിസ്ക്കറ്റ് ഇല്ല കേട്ടോ നിനക്ക്. നന്നായിട്ട് പാടിയ 2 എണ്ണം തരും അങ്കള്. ഈ മോക്ക് അതെന്തായത് നമ്മളെ ഡാൻസ് പരിപാടിയാണ്. പാട്ടില്ലാണ്ട് ഡാൻസ് ഇല്ല, ഡാൻസ് ഇല്ലാണ്ട് പാട്ടില്ല. അപ്പൊ ഒരു പാട്ടായാലോ ടെസ്കുട്ടിയുടെ വക. കേൾക്കാൻ റെഡിയാണോ എല്ലാവരും? പാട്ടിനു മുമ്പ് എന്റെ കുറച്ച് ബിസ്ക്കറ്റ് കച്ചവടക്കാരുണ്ട് എന്റെ കൂടെ വർക്ക് ചെയ്യണം. പറഞ്ഞാലേ പോലും. എന്നാ ഞങ്ങൾക്കൊരു ബിസ്ക്കറ്റ്. ഒന്നല്ല, ഹോൾസെയിൽ. ഹോൾസെയിൽ തലക്ക് തോന്നുന്നോണ്ടിട്ടായിരുന്നു. എവിടെ നന്നായിട്ട് പെർഫോം ചെയ്ത കമ്മൽ എന്റെ പെണ്ണ് കട്ടോണ്ട് പോയേ, എന്റെ പെണ്ണ് ബ്രാൻഡ് കുപ്പി എന്റെ മാ കുടിച്ചു തത്തേ, എന്റെ മേട് ജിമ്മിക്ക് കമ്മൽ എന്റെ പെണ്ണ് കട്ടോണ്ട് പോയേ, എന്റെ പെണ്ണ് ബ്രാൻഡ് കുപ്പി എന്റെ മാ കുടിച്ചു തത്തേ. സൂപ്പർ ഡാൻസ് ആയിരുന്നു നോബി. സൂപ്പർ അടിപൊളിയായിരുന്നു. സ്വന്തമായി ആരും പറയില്ലെന്നറിയാം. നല്ല പാട്ടായിരുന്നു കേട്ടോ. ഉഗ്രപാട്ട്. ടെസ്കുട്ടി പിന്നെ നമ്മളെ ടോപ്പ് സിംഗർ പ്രേക്ഷകരുടെ ഫേവറേറ്റ് കണ്ടസ്റ്റൻസിൽ ഒരാളാണല്ലോ. അത് നമ്മുടെ ഈ ഡാൻസിന്റെ ഫ്ലോറിലും കൂടെ വന്നുകൊണ്ട് നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കാണ്. ഇനി പോയിട്ട് പാട്ട് പ്രാക്ടീസ് ചെയ്യണ്ടേ? താങ്ക് യു കുട്ടാ. ബിഗ് ഹാൻഡ്സ് ഫോർ ടെസ്കുട്ടി. താങ്ക് യു. നെഞ്ചിൽ കനവുണ്ട്, കുഞ്ചും
നമ്മുടെ ഇൻട്രൊഡക്ഷൻ റൗണ്ടിൽ ഓരോരുത്തരും കൊണ്ടുവരുന്ന വെറൈറ്റി സംഭവങ്ങളാണ്. നമുക്കൊരു ഐഡിയയും കിട്ടുന്നില്ല ആര് എന്തായിട്ടാണ് വരുന്നത് എന്നുള്ളത്. എന്നാൽ അടുത്തത് റിവീൽ ചെയ്യാനുള്ള സമയമായിരിക്കാണ്. പട്ടാക്കയാണോ ധമാക്കയാണോ? ഏതാ? എന്റെ ടീം തന്നെയാണ്. ഓക്കേ, നിന്റെ ടീമാകുമ്പോ നമുക്ക് ഇവിടെ ഇരിക്കാം. അതെ അതെ, പറഞ്ഞു തീരും. ഞാൻ പെട്ടെന്ന് തീർക്കൂലോ, അറിയാലോ. ബാക്കി അല്ല തീർക്കും, പക്ഷെ എന്തൊക്കെ വരും പറയാൻ പറ്റില്ല. എന്റെ ടീമിലെ ഇപ്പൊ ഞാൻ ഇറക്കിയിരിക്കുന്നത് ലണ്ടനിൽ നിന്നാ, അമേരിക്ക? അല്ലല്ല, കേരളത്തിൽ നിന്ന് കണ്ണൂരിൽ നിന്നാണ്. ആരാണ്? അതിലൊരാള് പാരമ്പര്യ തെയ്യം കലാകാരനാണ്, നല്ലൊരു കോറിയോഗ്രാഫറാണ്. ഞാൻ അദ്ദേഹത്തിന്റെ കോറിയോഗ്രാഫി കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അങ്ങേരുടെ പേര് വരുന്നത് കേരളത്തിലെ ഒരു ഫേമസ് യൂട്യൂബർ ആണ്, കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യും. അതുപോലെ തന്നെ അവരുടെ പേര് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ അറിയാൻ പറ്റും. 1 മില്യൺ ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട് ഇൻസ്റ്റാഗ്രാമില്. അപ്പൊ ലെറ്റ്സ് വെൽക്കം അസ്നേഷ് ആൻഡ് മീറ്റ്. എന്റെ കർത്താവേ, വെറുതെ ഇരുന്ന് എന്നെ ഫ്ലവേഴ്സിന്റെ ഈ ഫ്ലോറിൽ തള്ളിവിട്ടത് മാൻപേയുടെ കണ്ണുള്ള ആ മാലാകയാണ്. കണ്ണൂരിലുള്ള എന്നെ ഡാൻസ് ധമാക്കയിൽ എത്തിച്ചത് അവളുടെ ആ ചിരിയല്ലേ. ഇപ്പോൾ ഈ നിമിഷം അവൾ എന്റെ മുന്നിലൂടെ കടന്നു വരണം, എങ്കിൽ മാത്രമേ പേരെ ഞാൻ സ്വീകരിക്കുള്ളൂ. കറേ സമയത്തിന് അവൾ എത്തണേ എന്നും പരിപാടി അത് തെറ്റിക്കാണ്ട് വരണേ. ഹലോ, അയ്യോ, ഈ കുരിപ്പുകാലം പിന്നെയും വന്നോ? കണ്ടില്ലേ കർത്താവേ, വീടില്ല ഞാൻ. കർത്താവേ, നീ കൽപ്പിച്ചപ്പോൾ നേർച്ച വച്ച മനസ്സിൽ ഞാൻ ഒരു നല്ല പെൺകുട്ടിക്കും ഇടം കൊടുത്തേ. കർത്താവേ, നീ മനസ്സിന്റെ പാതി പകുത്തവൾക്കുള്ള പങ്ക് കൊടുക്കണമെന്ന് കൽപ്പിച്ചതല്ലേ. മാലാഖയെപ്പോൾ അവൾ പറന്നിറങ്ങി എന്റെ അൽത്താരക്കൂട്ടിൽ പ്രേമത്തിരി തെളിച്ചു. പിന്നെ പഞ്ചാര പുഞ്ചിരി നീട്ടിത്തന്നു. പെണ്ണേ ഞാൻ വിടില്ല, ഒന്നേ ഞാൻ വിടില്ല, വിടില്ല നിന്റെ പിടി വിടില്ല. ഇല്ലോ പെണ്ണേ ഞാൻ വിടില്ല, എന്നെ പിന്നെ കൊന്നാലും പൊന്നെ നിന്റെ പിടി വിടില്ല. I need your sugar, never wanna catch you leaving. Milo, I love what you do, and don't do this to me. Venda, don't do venda, 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 don't do. പള്ളിയിൽ വെച്ചന്ന് നമ്മൾ കണ്ട നേരത്തെ നീ കണ്ണു വച്ചും കണ്ണടിച്ചും ഇറക്കിയെന്നെ. ജീവിതത്തിൽ കണ്ടുമുട്ടാൻ നനച്ചതല്ല, പക്ഷെ ജീവിതം നീ പാട് അങ്ങ് പതിച്ചെടുത്തു. നാട്ടുനടപ്പത്തു തമ്മിൽ കാണുവാൻ മേല, പക്ഷെ നല്ല കർത്താവെന്റെ കൂടെ പൊരുത്തപ്പെട്ടു. ഇനി ആരും ആരും അറിഞ്ഞോട്ടെ. പെണ്ണേ ഞാൻ വിടില്ല, ഒന്നേ ഞാൻ വിടില്ല, വിടില്ല നിന്റെ പിടി വിടില്ല. ഇല്ലോ പെണ്ണേ ഞാൻ വിടില്ല, എന്നെ പിന്നെ കൊന്നാലും പൊന്നെ നിന്റെ പിടി വിടില്ല. Every time you run into a park, every time you hide right in the dark, never let you free out of my sight. You know you want me right. Jesus told me what to do, don't know where to look for you. I'm gonna let you see me through, cause I wanna be a man. കാർമുകിൽ മൈയെടുത്ത് നിറച്ചു വച്ചു, നല്ല വെണ്ണിലാവിൻ മന്ത്രകോടി മടക്കി വെച്ചു. നാട്ടിലാകെ മൈക്ക് വച്ച് പാടി നടന്നു, ഇനി നാടടക്കും കല്യാണ വിളി വിളിക്കൂ. അച്ഛനമ്മ മാറുവന്നു പള്ളു വിളിച്ചാൽ ഞാൻ കർത്താവിന്റെ രൂപം ചൂണ്ടി കാട്ടിക്കൊടുക്കും. ഇനി ആരും എന്തും പറഞ്ഞോട്ടെ. പെണ്ണേ ഞാൻ വിടില്ല, ഒന്നേ ഞാൻ വിടില്ല, വിടില്ല നിന്റെ പിടി വിടില്ല. ഇല്ലോ പെണ്ണേ ഞാൻ വിടില്ല, എന്നെ പിന്നെ കൊന്നാലും പൊന്നെ നിന്റെ പിടി വിടില്ല. എന്നോടയാടതന്നേ മണിച്ചിന്തുമൊഴിയോതി വന്നേ, മെല്ലെ അതു നാടറിഞ്ഞേ
അസ്നേഷ് ആൻഡ് മിറി. നമ്മളെ കണ്ണൂരിൽ നിന്ന് 2 മുത്തുമണികളാണ് നമ്മളെ ഷോയിലേക്ക് വന്നിരിക്കുന്നത്. ശരിക്കും അസ്നേഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം ഞാൻ അവിടുന്ന് തുടങ്ങാം. നമ്മുടെ കണ്ണൂരത്തെ ഒരു പ്രധാനപ്പെട്ട ദൈവീകമായ കലാരൂപമാണ് തെയ്യം എന്ന് പറയുന്നത്. അപ്പോൾ തെയ്യം ജനറേഷണലായിട്ട് ഇവരുടെ ഫാമിലിയിൽ ഫോളോ ചെയ്യുന്ന ഒരു കുടുംബമാണ്. പക്ഷെ ഇങ്ങനെയുള്ള കുറേ ഫാമിലീസിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു മേഖല വിട്ടിട്ട് വേറൊരു കാര്യം പരീക്ഷിക്കാൻ അവർ അത്ര അങ്ങോട്ട് പോവാറില്ല, സപ്പോർട്ട് ചെയ്യാറില്ല. കാരണം അത്രയും ഡിവോഷൻ ആണല്ലോ ഇത്. എല്ലാവരും ഇത്രയും വിശ്വാസത്തോടെ അവരെ ശരിക്കും ദൈവമായി കണ്ട് പോകുന്ന ഒരു സംഭവത്തിൽ അതിലിടയിൽ വളരെ സപ്പോർട്ടീവായിട്ടുള്ള ഒരു സ്ട്രോങ് ഫാമിലി ഉള്ള ഒരു ആളാണ് അസ്നേഷ്. തെയ്യം സീസൺ ആകുമ്പം അസ്നേഷ് തെയ്യം വേഷം കിട്ടും, അസ്നേഷിൻ്റെ കുടുംബക്കാരെല്ലാവരും കിട്ടും, അതിൻ്റെ ചടങ്ങുകൾ ഫോളോ ചെയ്യും, വ്രതം എടുക്കും, എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെയുള്ള ഒരു ചെറിയ ഗ്യാപ്പിൽ അസ്നേഷ് ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു കൊറിയോഗ്രാഫറും കൂടിയാണ്, ഡാൻസ് ടീച്ചറും കൂടിയാണ്. ഇപ്പോഴും ആ കൾച്ചറലി വളരെ ഗ്രൗണ്ടഡ് ആയിട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു കലാകാരനാണ് അസ്നേഷ്. ഒന്നും വിട്ടിട്ടില്ല. ഞാൻ വളർന്നത് എങ്ങനെയാണ്, ഞാൻ അത് തന്നെ മുന്നോട്ട് കൊണ്ടുപോകും, എൻ്റെ പാഷനും കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് എന്ന് തന്നെ തെളിയിച്ച ഒരു കലാകാരനാണ്. നൗ കമ്മിങ് ടു മിറി. മിറീനെക്കാട്ടും കൂടുതൽ ഇവിടെ കുറേ നേരം എനിക്ക് എന്താ അറിയില്ല, മിറീനെ കാണുമ്പോൾ അപ്പം കണ്ണൂർ ഭാഷ വരും കേട്ടോ. അപ്പോൾ മിറീനെക്കാട്ടും കൂടുതൽ ഇവിടെ എന്താ പറയാ, മിറീനെ ആലോചിച്ച് ടെൻഷൻ അടിക്കുന്ന നമ്മളെ മിത്തോട്ടനുണ്ട് അവിടെ. മിത്തോട്ടൻ ഇവര് വ്ളോഗിലും ഇൻസ്റ്റഗ്രാമിലും മാത്രമാണ് ഇവരെ ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും കണ്ട് നമ്മളെ ആൾക്കാരായിട്ട് നമ്മൾ അവരെ സ്വീകരിക്കുമല്ലോ. ശരിക്കും ഇവരെ കണ്ടപ്പം എനിക്ക് എന്താ പറയുക, എൻ്റെ നാട്ടിൽ എൻ്റെ വീട്ടിൽ 2 പേരെ കണ്ട പോലെ തോന്നുന്നു. അപ്പം എന്നോട് ഓക്കൊരു ടെൻഷനും ഇല്ല, ഇപ്പം എനിക്കാന്ന് ടെൻഷൻ. ഇത്രയും സമയമായി ഓളെങ്ങനെ വന്നിട്ട് ഡാൻസ് ചെയ്യുന്നതാണ് ഞാൻ ആലോചിക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് അവളെ കുറെ നേരമായിട്ട്. മിത്തോട്ടൻ ആക്ച്വലി ഒരു യൂത്ത് ഫെസ്റ്റിവലിന് വന്ന മൂഡാണ്. ഞാൻ രാവിലെ എന്നെ ഇവിടെ കൊണ്ടാക്കിയതാ. പിന്നെ മിത്തോട്ടനെ ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെ മർഗം കളിക്കാരി നമ്മളെ കണ്ടോന്ന് ചോദിച്ച പോലെ മിത്തോട്ടൻ ഇങ്ങനെ നടക്കുക. ഇപ്പോഴാണ് ഞാൻ കാണുന്നത് അവിടെ സ്റ്റേജില്. കുറെ നേരം ഇവിടെ നമ്മള് ടെൻഷൻ അടിച്ച് വൈഫിനെ പോലും കാണാൻ സമയം കിട്ടിയില്ല. പിന്നെ ആക്ച്വലി മിറി ഇസ് നോട്ട് എ പ്രൊഫഷണൽ ഡാൻസർ, അതെനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഇവർക്ക് സ്വന്തമായിട്ട് ഒരു സാരി കമ്പനി ഉണ്ട്. അപ്പം അതിലെ പ്രൊമോഷൻ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കാണണം കേട്ടോ. സാരി മേടിച്ചിട്ടുണ്ടോ? സാരി മേടിച്ചിട്ടില്ല, പക്ഷെ ഞാൻ ആ പ്രൊമോഷൻ വീഡിയോസിൽ ഭയങ്കര എന്താ പറയുക ഇംപ്രസ്ഡ് ആണ്. മിറി ഒരു സാരി എടുക്കും, മിത്തോട്ടനൊരു ക്യാമറ ആയിട്ട് ബാക്കിൽ ആ മിറി നീ എന്താണ് ഇട്ട് മിറി പറയാ, ഇന്നും നല്ല ബുട്ടാസ് വർക്കില്ല ഈ സാരി. മിത്തോട്ടൻ എനിക്ക് ഭയങ്കര തിരക്കുണ്ട്. വൻ വേറെ പാറ്റേൺ ആണ് ഇവരുടെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. സോ ആ ഒരു എനർജി നമുക്ക് ഓൾറെഡി ഇവിടെ കിട്ടിക്കഴിഞ്ഞു നിങ്ങളത്, സ്പെഷ്യലി ത്രൂ യുവർ പെർഫോമൻസ്. ഫാന്റാസ്റ്റിക് ജോബ് ഡൺ. അപ്പൊ എന്തായാലും പട്ടാക്കയുടെ ഈ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഫസ്റ്റ് ലെറ്റ് സ്റ്റാർട്ട് വിത്ത് വിനീതേട്ടാ. സ്നേഷ് മിറി രണ്ടുപേരും ഇതിൻ്റെ ഒരു രസമുള്ളൊരു കാര്യം എന്താണെന്ന് അറിയോ, ഇതിനകത്ത് ഡാൻസും അതിനോടൊപ്പം തന്നെ കുറേ ആക്റ്റുകളും ഉണ്ടല്ലോ, അത് നന്നായിട്ട് ചെയ്തു. സ്നേഷ് ആക്ച്വലി ഞാൻ നോക്കിയപ്പോൾ തീർന്ന് ആ ലാസ്റ്റ് പോസ്റ്ററിൽ നിൽക്കുമ്പോൾ പോലും ആ സാധനം പിടിച്ചിട്ടുണ്ട്. പാട്ട് തീർന്നു അപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്ര ഇന്നായിട്ടാണ് ചെയ്തതെന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ത്രൂ ഔട്ട് ദ പെർഫോമൻസ്. ആ എനർജി ഉണ്ടായിരുന്നു. കാരണം മിറി അങ്ങനെ ഒരു പ്രൊഫഷണൽ ഡാൻസർ അല്ലാന്ന് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ, കളിച്ച് കണ്ടപ്പോൾ അത്രയും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഗുഡ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു റിയാലിറ്റി ഷോയിൽ ഡാൻസ് ചെയ്യുന്നത്. ഞാൻ ഇതുവരെ പെർഫോമൻസ് പോലും ചെയ്തിട്ടില്ല. പിന്നെ 1 മിനിറ്റ് റീൽ വീഡിയോ മാത്രമേ ഇതുവരെ ചെയ്തിട്ടുള്ളൂ. അതില് കോടികൾ ഉണ്ടാക്കുകയല്ലേ? ഡാൻസ് ചെയ്ത കോടി കിട്ടില്ല ചേട്ടാ. അതല്ല റീൽസ്, ഞാൻ അത്ര ഉദ്ദേശിച്ചുള്ളൂ. അല്ല, ഡാൻസിനകത്ത് ഈ പറയുന്ന പോലെ അമേച്വർ, പ്രൊഫഷണൽ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഡാൻസസ് അങ്ങനെ ഒന്നുമില്ല. ഡാൻസ് ചെയ്യുന്നത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ഏറ്റവും നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടും. വേറൊരു കാര്യം ശ്രദ്ധിച്ചോ, ഒരു പെർഫോം ചെയ്തപ്പോൾ ഒരു 4 സൈക്കിൾ പോയില്ലേ? സാധാരണ ഒരു സൈക്കിൾ കംപ്ലൈന്റ് ആവണതാണ്. എന്തെങ്കിലും ഒരു ചിലപ്പോൾ ചവിട്ടാൻ കിട്ടില്ല, പടല് കിട്ടില്ല, അങ്ങനെ. പക്ഷെ 4 പേരും കറക്റ്റായിട്ട് കിട്ടിയെന്നുള്ളതാണ് ഭയങ്കര ഭാഗ്യമാണ്. അങ്ങനെ എല്ലാവരും കിട്ടുന്നതല്ല അത്. ആ സാധനം എടുത്ത് എറിഞ്ഞു കൊടുത്ത് കറക്റ്റ് ടൈമിൽ കിട്ടി. അതിന് പാടി നല്ല ടൈമിങ്ങും അതെ അടിപൊളിയായിരുന്നു. നല്ല കോർഡിനേഷൻ ഉണ്ടായിരുന്നു. നൈസ്. താങ്ക് യു സർ. താങ്ക് യു. അസ്നേഷ് ആൻഡ് മിറി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പെർഫോമൻസ്. മിറി ഇതന്നെയല്ലേ പറഞ്ഞത്? കറക്റ്റ് പേര് പറ. ഞാൻ എന്താ പറഞ്ഞ? അത് വേറെ വേണ്ട ജിഷ്ണു.
എന്താ ജിഷ്ണു രണ്ടുപേരുടെ പേരൊന്ന് പറഞ്ഞുതരോ? മിറി. മിറി. മിറി MIRI. ആ മിരിന്നൊക്കെ വിളിക്കും ഞാൻ ഇടയ്ക്ക്. ജിഷ്ണുവിനൊന്ന് കൺഫ്യൂഷൻ ആക്കാൻ നോക്കിയതാണ്, ചുമ്മാ വെറുതെ പറഞ്ഞേ. പുള്ളിങ്ങോ ലൈക്ക് ചുമ്മാ വെറുതെ സീരിയസ് ആവല്ലേ. മിറി ആൻഡ് അസ്നേഷ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര പ്ലേഫുൾ ആയിരുന്നു നിങ്ങളുടെ ഹോൾ എനർജി. മിറി പ്രൊഫഷണൽ ഡാൻസർ അല്ല എന്നുള്ളത് പറഞ്ഞത് നന്നായി, കാരണം അത് അറിഞ്ഞേ ഇല്ല. ബിക്കോസ് ഇറ്റ് ഫെൽറ്റ് ലൈക്ക് യു വർ സോ ഷുവർ ഓഫ് യുവർ സ്റ്റെപ്സ്. ടൈമിങ്ങിനൊത്ത് ഭയങ്കര രസമായിട്ട് ഡാൻസ് കളിച്ചു. ടൈമിങ് ഞാൻ എടുത്ത് പറഞ്ഞത് അതുകൊണ്ടാണ്. അതും ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് വന്ന പോലെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഷുവറായിരുന്നു. അസ്നേഷ നന്നായിട്ട് കോംപ്ലിമെന്റ് ചെയ്തു. എന്താ പറയാ, ഇൻക്രെഡിബിളി ക്യൂട്ടായിരുന്നു. ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു മോർ പെർഫോമൻസസ് ഫ്രം യു. താങ്ക് യു മാം. താങ്ക് യു. ജോബിൻ ചേട്ടാ. ഹായ് അസ്നേഷ്. ഹായ് സർ. മിരി. ഹായ് സർ. കണ്ണൂരുകാരുടെ അഴിഞ്ഞാട്ടമായിരുന്നു. ആൻഡ് ബാക്ക്ഗ്രൗണ്ട് അടക്കം ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. കുറച്ച് പേരെ ഉള്ളെങ്കിലും ഭയങ്കര ബ്യൂട്ടിഫുള്ളി കൊറിയോഗ്രാഫ്. ലൈക്ക് ഒരു മൂവി കണ്ട പോലെ നീ സ്റ്റാർട്ട് ചെയ്തു, ദൈവത്തോട് പ്രാർത്ഥിച്ചു, അത് കഴിഞ്ഞു, ഓരോരോ പോർഷൻസിൽ മാറുന്നു, വീണ്ടും വരുന്നു, സൈക്കിൾസിൽ പോകുന്നു. അതെല്ലാം ഭയങ്കര കറക്റ്റ് കോർഡിനേറ്റ് ചെയ്ത എല്ലാ ഡാൻസേഴ്സ് അടക്കം ചെയ്തത്. ബ്യൂട്ടിഫുൾ ആയിരുന്നു. ആൻഡ് അസ്നേഷിനെ എനിക്ക് ആദ്യമേ അറിയാം. നല്ലൊരു കൊറിയോഗ്രാഫറാണ്. അടിപൊളിയായിട്ട് നന്നായി ചെയ്യും. ഒരു സെമി ആണെങ്കിലും ആൻഡ് തെയ്യത്തിലാണെങ്കിലും വെസ്റ്റേൺ ആണെങ്കിലും എല്ലാത്തിലും ഒരു കഴിവുള്ള ഒരു കൊറിയോഗ്രാഫറാണ്. അതിൻ്റെ കൂടെ മീത് മെറീനെ കൂടെ കിട്ടിയപ്പോൾ മെറി ചെയ്യുന്ന എനിക്ക് അറിയില്ല. ഇത്രയും നന്നായി ഡാൻസ് ചെയ്യുന്നത് ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. എൻ്റെ വൈഫ് ഭയങ്കര ഫാനാണ് മീത് മെറിയുടെ. അപ്പോൾ എപ്പോഴും എന്നെ കാണിക്കും. പക്ഷെ ഇത്രയും നന്നായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് നീ പ്രസന്റ് ചെയ്യുന്നത് അടിപൊളി. രണ്ടുപേരും പിടിവിടണ്ട, വേഗം പിടിച്ചോട്ടോ. നന്നായിട്ട് അവസാനം വരെ പിടിച്ചിരുന്നു. അപ്പൊ അനു നല്ല പെർഫോമൻസ് ആയിരുന്നു. എനിക്ക് ആ ഈ പാട്ടിന്റെ ഒറിജിനൽ വീഡിയോ ഇല്ലേ, കാവ്യ ചേച്ചിയും ദിലീപേട്ടനും കൂടിയുള്ള, അതിലൊരു രസമില്ലേ, അവര് ഫസ്റ്റ് അവരെ വഴക്ക്, ലാസ്റ്റിലേക്ക് അവര് ഭയങ്കര സ്നേഹമാവുന്നു. അതേ ഫീല് നമുക്ക് ഇവിടെ നേരിട്ട് കാണുമ്പോൾ കിട്ടി. നമുക്ക് ആ സിനിമയിൽ കാണുന്ന ഒരു ഫീല് നേരിട്ട് കാണുമ്പോൾ കിട്ടുക എന്നുള്ളത് നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഇനി പറഞ്ഞ പോലെ കുറച്ച് പ്രോപ്പർട്ടീസേ ഉള്ളൂ, അതൊക്കെ വിഷ്വലി അത് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒരു ക്യൂട്ട് പെർഫോമൻസ് ഇല്ലേ, കുറേ എക്സ്പ്രഷൻസും. ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഇങ്ങനെ പോയി ലാസ്റ്റ് വരെ. നല്ല പെർഫോമൻസ് ആയിരുന്നു. അതുപോലെ ചേട്ടൻ തെയ്യം ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, എപ്പോഴെങ്കിലും ഈ വേദിയിൽ തെയ്യം ബേസ് ചെയ്തിട്ടൊരു പെർഫോമൻസ് ഉണ്ടാവുമോ? തീർച്ചയായും. അടിപൊളി. എന്തായാലും നല്ല കാര്യം. അതും അതേപോലെ കൊണ്ടുപോകുന്നുണ്ട്. ആ ട്രഡീഷണലി അത് എങ്ങനെയാണോ ഫോളോ ചെയ്യേണ്ടത് അത് ഫോളോ ചെയ്യുന്നുമുണ്ട്. അതൊന്നും മാറി ബാക്കിയുള്ള ഫ്രീ സ്റ്റൈലും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യാന്ന് പറയണത് വലിയ കാര്യം തന്നെയാണ്. ഞാൻ കണ്ടിട്ടില്ല, ശില്പ പറഞ്ഞതുപോലെ അങ്ങനെ ചെയ്യുന്ന ആളുകളെ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല പേഴ്സണലി. രണ്ടുപേർക്കും ഓൾ ദി ബെസ്റ്റ്. ലക്ഷ്മി ചേച്ചി, ഇത് തുടക്കം എങ്ങനെയായിരുന്നു ഈ ഡാൻസ്? രണ്ട് പേര് മുമ്പ് അറിയോ? മീൻസ് ഈ സബ്ജക്ട് നിങ്ങൾ എങ്ങനെ ചെയ്തു? ഇതൊരു പൂവാലനായിരുന്നു അല്ലേ, ശല്യം ചെയ്യുന്ന ആള്. So they don't know each other. They know, but ഒരു ഇറിറ്റേറ്റ് ചെയ്ത് പിറകെ നടക്കുന്ന ഒരു ശല്യം ചെയ്യുന്ന ഒരാള്. But ഉള്ള സ്നേഹമുണ്ട് രണ്ടുക്കും ഉണ്ട്. അത് അങ്ങനെയാണല്ലോ. ആദ്യം നമ്മൾ കുറച്ച് ജാടൊക്കെ ഇടുമല്ലോ അല്ലേ മിറി? ഡാൻസ് വാസ് സൂപ്പർബ്. രണ്ട് ആൾക്കാർ. എനിക്ക് ഞാൻ എന്തിനാ ചോദിച്ചതാണ് പറഞ്ഞാല്, എനിക്ക് തോന്നി ഇപ്പോ ഈ ഒരു സബ്ജക്ട് റെലവെന്റ് ആണോന്ന്. കാരണം ഞങ്ങൾ ഒത്തിരി മെസ്സേജസ് കാണാറുണ്ട്, കേൾക്കാറുണ്ട്. സ്ട്രീറ്റ് ഹാരസ്മെന്റ് പറ്റി, ബോയ്സ് കനോട്ട് കം ആൻഡ് ടോക്ക് ടു ഗേൾസ് ലൈക്ക് ദിസ് അല്ലേ. സോ ഇത് എൻ്റെ ഇതൊരു ജസ്റ്റ് തോട്ടാണ്. ക്രിറ്റിസിസം എടുക്കരുത്, ക്രിറ്റിസിസമിന് അല്ല ഇത്, അങ്ങനത്തെ റൗണ്ട് അല്ല. ബട്ട് ജസ്റ്റ് എൻ്റെ പ്രകാരം ആർട്ട് ഇറ്റ്സ് എ വെരി പവർഫുൾ ടൂൾ. നമ്മുടെ സോഷ്യൽ റെലവൻസ്ക്കും സോഷ്യൽ ചേഞ്ച്ക്കും ഇറ്റ്സ് എ വെരി പവർഫുൾ ടൂൾ. സോ ഇത് കണ്ടപ്പോഴേ മേ ബി ഒരു 1970s, 80s, 90s ഫിലിംസ് അത്ര ഒരു അവയർനെസ് ഉണ്ടായിരുന്നില്ല. ബട്ട് ഇപ്പോൾ ഒരു ലിബറേറ്റഡ്
പെൺകുട്ടി അല്ലേ, യു ആർ എ വെരി ഇൻഡിപെൻഡന്റ് ഗേൾ. ഇത് സമ്മതിക്കുവോ? റോഡിൽ ആരെങ്കിലും വന്നാൽ ഇങ്ങനെ പീഡിപ്പിച്ച് യു ബെറ്റർ ലൈക്ക് മീ യു ആർ നോട്ട് ഗോണ എന്റർടൈൻ ദാറ്റ്, റൈറ്റ്? സോ ഐ ജസ്റ്റ് ഫീൽ ഇത് ബിക്കോസ് ദിസ് ഈസ് ജസ്റ്റ് യുവർ ഫസ്റ്റ് എപ്പിസോഡ് അല്ലേ, ഇനി കുറേ കണ്ടസ്റ്റൻസ് ഉണ്ട്. ഇതൊരു ജസ്റ്റ് ഒരു ഹിന്റ് ദാറ്റ് ഡാൻസ് ഇസ് വൺ സൈഡ്. നിങ്ങൾ ഡാൻസ് ചെയ്യുമ്പോൾ അതൊരു സൈഡാണ്, പക്ഷേ ഓൾസോ അത് റെലിവെൻ്റ് ആയിരിക്കണം, പ്രോഗ്രസീവ് ആയിരിക്കണം. വിത്ത് ദാറ്റ് ഇറ്റ് ക്യാൻ ഹാവ് ദി എൻ്റർടൈൻമെൻറ്റ്. സോ ആ ഒരു ആസ്പെക്റ്റ് ഓൾസോ കുറച്ച് തോട്ട് കൊടുക്കണം. മനസ്സിലായല്ലോ എൻ്റെ പോയിന്റ്? അത്രേ ഉള്ളൂ. ഡാൻസ് പോയിന്റ് ഓഫ് വ്യൂ വളരെ എനർജറ്റിക് ആൻഡ് എന്താ പറയുക, എക്സ്പ്രഷൻസ് എല്ലാം എൻ്റർടൈനിങ് ആയിരുന്നു. ബട്ട് ആസ് എ സബ്ജക്റ്റ് for all contestants, this is not just for her, for all contestants, little bit you have to think about whether it is relevant or are you giving a message. This is just my 2 bits of abhiprayam. Okay. Thank you, ma'am. Okay, great. അപ്പോൾ എന്തായാലും മിത്തുവേട്ടൻ്റെ മിറിയും അസ്നേഷും പൊളിച്ചടക്കി നമ്മൾ ഇൻട്രോ റൗണ്ടിൽ തന്നെ. ഇനി അങ്ങോളം നമുക്കിത് അനു പറഞ്ഞ പോലെ തെയ്യവും മിറിയുടെ വേറെയും കുറേ സ്റ്റൈൽസും ഒക്കെ എക്സ്പ്ലോർ ചെയ്യാനുള്ള അവസരം മിറിക്കും അസ്നേഷും ഞങ്ങൾക്കും കൂടെ ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ ദ വണ്ടർഫുൾ പെർഫോമൻസ് ഗൈസ്. ഹലോ മെന്റേഴ്സ്, നോക്ക്, ഇത് ആരാണ് ഇനി അടുത്ത് വരാൻ പോണ? എന്റെ ടീം തന്നെയാണ്. എന്റെ ടീമിൽ നിന്നാണ്. നോബി ചേട്ടാ, ഞാനിത് പറഞ്ഞിട്ട് കോളാക്കണില്ല, കാരണം ഇതൊരു 1.5 മുതലാണ് വരാം. പറഞ്ഞിട്ടോ എനിക്ക് ഇത്ര നേരം പറഞ്ഞ ഒന്നും കോളാക്കിയില്ല. നോബി ചേട്ടാ, ഞാൻ എന്റെ സ്വന്തം ചെറുക്കനാണ് നീ. ശരി, ഇത് ശരിക്കും സർപ്രൈസ് തന്നെയാണ്, കാരണം ഇത് 1.5 മുതലാണ്. ഞാൻ പേര് പറയുന്നില്ല, പ്ലീസ്. പേരറിയോടാ നിനക്ക്? പേരറിയോ? സത്യം പറ. സർപ്രൈസ് ആണ്. ഒരാളുടെ പേര് പറ. ഒരാളുടെ പേര് പറ. തുടക്കം അറ്റ്ലീസ്റ്റ് ഒരു സ്പെല്ലിംഗ് എങ്കിലും പറ. തുടക്കം മലയാളികളുടെ പ്രിയങ്കരനായ എന്നിന്ന് സ്റ്റാർട്ട് ചെയ്യും. പേരിന്റെ എന്നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളാണ് ആദ്യത്തെ ആള്. എന്നി തന്നെ അവസാനിക്കും ആളുടെ പേര്. രണ്ടാമത്തെ സ്റ്റാർട്ടിങ് കെ എന്നാണ്. നമുക്ക് പെർഫോമൻസ് കാണാം. ഇതെങ്കിലും ഒരു സർപ്രൈസാ, പ്ലീസ്. സർപ്രൈസ്. നമുക്ക് പെർഫോമൻസ് കാണാം. സർപ്രൈസ്. എന്നിൽ തുടങ്ങുന്നു, എന്നിൽ അവസാനിക്കുന്നു. ഇത് എവിടെ അവസാനിക്കുന്നു നമുക്ക് കണ്ടറിയാം. ముందిరి చారిలో రంగాని తిరివేగంగా മുണ്ടാടി കൊത്തി കടിക്കാം, തുണ്ടാലെ തൊണ്ട കൊതിക്കാം, കണ്ണാടം കൊത്തി കടിക്കാം, കൂടെ പൊരുളേ കണ്ണാടി പട്ട വിളിച്ചാൽ നെഞ്ചാകെ ചന്ദനം ചോരും, സിന്ദൂരം സന്ധി പകർന്നൊരു നേരം പ്രതിരാഗം ഈരാവെണ്ണലിട്ട് മാ
മാനത്ത് പറകണ ചമ്പരുന്തിന്റെ കണ്ണ് ചല ചലകി പാട്ട് കണ്ണ് ചല ചലകി പാട്ട് മലകില കായ്ക്കാൻ മരത്തില കാറ്റിൻ കൊഞ്ചലോ പെണ്ണേ നീ കണ്ണേ താമര കാതിൽ തേന്മഴ കണ്ടം കൂട്ടടി പൂഞ്ചോലെ പാടം പൂത്തടി പൂവരമ്പിൽ വാടി കന്നി മണന്തേ കാടൻ കാറ്റു കിതച്ചോടും ജാത്തിറമ്പിൽ കൂടാം കാട്ടുകരിമ്പേ പരലിന്റെ കണ്ണ് ജല ജലമേ പോട്ടെ മാനത്തെ പറക്കണ ചെമ്പരുന്തിന്റെ കണ്ണ് ജല ജലകി പോട്ടെ കാക്കാൻ മലകിലെ കായ്ക്കാൻ മരത്തിലെ കാറ്റിൻ കൊഞ്ചലോ പെണ്ണേ നീ കണ്ണേ താമര കാതിൽ തേന്മഴ കണ്ടം കൂട്ടടി പൂഞ്ചോലെ പ്രണയമാണവേ മണ്ണാകെ പിന്നാകെ ഇതാണല്ലേ നീ പറഞ്ഞ സർപ്രൈസ്. ഇതൊരു ഒന്നൊന്നര സർപ്രൈസ് ആണല്ലോ നെവിന്റെ കാര്യം. അതെ ഇതാണ് ഞാൻ പറഞ്ഞ സർപ്രൈസ്. ഇനി നിങ്ങൾ എന്താണ് ചായ്ക്കോ, എനിക്ക് വയ്യ. അതിലെന്തോ ഒരു ചെറിയൊരു നിരാശ പോലെ. അല്ല ആക്ച്വലി ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു എല്ലാ കാർഡും കൂടി എടുത്ത് കളിക്കുക, അതായത് കാണിക്കണ്ടെന്ന് മെന്ററ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു. എല്ലാ കാർഡോ? അതായത് ഇനിയും ഇതുണ്ടല്ലോ, എല്ലാ കഴിവും പുറത്തെടുക്കണ്ട, കുറച്ച് അത് നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാകത്തിലുള്ള പെർഫോമൻസ് മതി എന്ന് പറഞ്ഞു. അങ്ങനെ അതിനിപ്പോ ഇവിടെ ആരും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത്, ഇത് ഓവർ എസ്റ്റിമേറ്റഡ് ആയിപ്പോയി. മലയാളികൾക്ക് ഒരുപാട് പേർക്ക് അറിയാത്തൊരു കാര്യമാണ് നെവിൻ. നമ്മൾ എപ്പോഴും രസിപ്പിക്കുന്ന ഒരാളാണ്, പക്ഷെ ഇത്രയും കിടിലൻ ഒരു ഡാൻസർ ആണ്. അസാധ്യ പെർഫോമൻസ് തന്നെയായിരുന്നു. ഒരു ഒന്നൊന്നര സർപ്രൈസ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ അറിയാം ഹിന്ദി അറിയാൻ ചോദിക്കോ കുട്ടികളടുത്ത് എന്താ ചോദിക്കണ്ടേ? ഹിന്ദിയിൽ എന്തെങ്കിലും അല്ല, ഹിന്ദിയിൽ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാൻ പറ്റും. നിനക്ക് എന്താ അറിയണ്ടേ? എനിക്ക് അറിയുന്ന ഹിന്ദി അറിയുന്ന ആപ്കാ നാം ക്യാ ഹൈ? मेरा नाम कृष्णप्रिया. आपको मलयालम मालूम है? നല്ലായിട്ട് അറിയാം. ഒറ്റ ലുക്കില് ഞാൻ വിചാരിച്ച ജാക്കി ചാന്റെ സഹോദരി അതെ, നല്ലായിട്ട് മലയാളം അറിയാം. എൻ്റെ അച്ഛൻ മലയാളിയാണ്, എൻ്റെ അമ്മ നാഗാലാൻഡ് ആണ്. അത് പറ. എന്റെ അച്ഛൻ മലയാളി, അമ്മ മലയാളി. ഞാൻ മാത്രം പക്ഷെ ഇല്ല, എന്റെ രക്തത്തിൽ കുറച്ച് പറങ്കി രക്തമുണ്ട്. ഞാൻ ഹാഫ് ആംഗ്ലോ ഇന്ത്യൻ ആണ്. അതുകൊണ്ട് എന്നെ കുടിച്ചളത്തെ വിശ്വസിക്കരുതെന്നൊക്കെ പലരും. ഇവനെ മറ്റേ ഇത് കിട്ടും, എന്താ എന്റെ പേര്, മറ്റേ ഗോവയിൽ കിട്ടുന്ന സാധനം ഫെനി കിട്ടും. ഫെനി അതെന്ത് സാധനവാ? ഫെനി ഒരു പെൺകുട്ടി എട്ടിപ്പടിക്കുന്നു. ഈശ്വര. ആക്ച്വലി സ്പീക്കിംഗ്, KP ഞാനുമായിട്ട് മറ്റൊരു ബന്ധമുണ്ട്. എന്റെ സുംബ ഇൻസ്ട്രക്ടറും കൂടിയാണ് KP. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു നമ്മൾ ഈ കാർഡിയോ എക്സസൈസസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് യു കാൻ അറിഞ്ഞില്ല. ഞങ്ങള് സുംബ ഇൻസ്ട്രക്ടർ ആയിരുന്നു. ഓൾമോസ്റ്റ് ഒരുമിച്ച് സർട്ടിഫിക്കേഷൻ എടുത്ത ആൾക്കാരാണ്. ഓഹോ, രണ്ടുപേർക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ട് കേട്ടോ. അല്ല, എന്നിട്ട് ഇവിടെ ഒരാൾക്ക് സർട്ടിഫിക്കറ്റ് ഇപ്പോഴുണ്ട്, എന്റെ എക്സ്പയർ ആയി. അതാണ് എക്സ്പയർ ആയവർ പിന്നെ സുംബ ട്രെയിനേഴ്സ് അല്ല. നിങ്ങൾ മറ്റേ വർഷാവർഷം ഒരു സാധനം ഇടണല്ലോ, അത് ഇട്ടില്ലെങ്കിൽ പിന്നെ ഇല്ല, പോയടാ സർട്ടിഫിക്കറ്റ് പോയി. പക്ഷെ KP നമ്മൾ ഈ കാർഡിയോ എന്ന് പറയുമ്പം സുംബ പ്രത്യേകിച്ച് നമ്മൾ ഈ ഡപ്പാങ്കൂത്തിലും ഭാംഗടയിലൊക്കെ ഇടുന്ന ഒരു എനർജി ഇല്ലേ, അതിലും വലിയ എനർജിയാണ് ഈ സുംബ എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റിയിൽ ചെയ്യേണ്ടത്. ഞാൻ സത്യം പറഞ്ഞ ഒരു 3 ദിവസം കഴിയുമ്പോൾ എന്നെ കൊണ്ട് വയ്യാന്നുണ്ട് ഞാൻ ഇറങ്ങി. അമ്മാതിരി സ്റ്റാമിന വേണ്ടുന്ന ഒരു കാര്യമാണ്. സോ ദിസ് വാസന്റ് എ സർപ്രൈസ് ഫോർ മീ ആൻഡ് ഷീ ഈസ് എൻ എക്സലന്റ് കൊറിയോഗ്രാഫർ ഓൾസോ. അപ്പം നാഗാലാൻഡിൽ നിന്നാണ് പാതി വരുന്നെങ്കിലും നമ്മളെ മലയാളികൾ അങ്ങ് കൈയും നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ് KP. മോബി ചേട്ടന് വല്ല ബന്ധമുണ്ടോ ഞാനായിട്ട്?
പല ബന്ധങ്ങളും ഉണ്ടല്ലോ അതേപോലെ ദൈവമേ, എനിക്ക് അങ്ങനെ ഒരു രഹസ്യ ബന്ധമില്ല. ഇനി വല്ല ബിഗ് ബോസ് ബന്ധം എന്നെ ട്രോൾ ചെയ്തിട്ടില്ലേ? അത് പെർഫോം ചെയ്തപ്പം ട്രോൾ അങ്ങനെ എനിക്ക് ഭയങ്കര നോബി ചേട്ടൻ എന്തോ ഒരു പേടി, ആ ഒരു ഭയം. ഭയം നിഴലിക്കും. അതെ, ഇവൻ നാളെ സോഷ്യൽ മീഡിയ എന്നെ പറ്റി വല്ല ഐ ലവ് ഇറ്റ്. നല്ല ഇടക്കൊക്കെ ഏറിക്കറുന്നത് നല്ലതാ. ഇറങ്ങാൻ പറ്റുന്ന പാടിന് കയറി വീണ്ടും കേട്ടു. ഞാനുണ്ടല്ലോ സത്യമായിട്ടുണ്ടെങ്കിൽ വിനീത് സാറിന്റെ എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. ഇപ്പോഴും വിനീത് സാറിന് എന്റെ മനസ്സിൽ ഇപ്പോഴും ഒരു ആ കണ്ണിലെ കാഴ്ച വന്നിട്ടില്ല. ഇപ്പോഴും ലൈക്ക് ഇപ്പോഴും ആ ഒരു കരളേ നിൻ കൈ പിടിച്ചാൽ കരളോളം വെണ്ണിലാവ് ഉൾക്കണ്ണിൻ കാഴ്ചയിൽ നീ ഉരുകുന്നൊരു വെൺപിറാവ്. എന്ന് വരും നീ പ്രിയനേ തിരികെ എന്ന് വന്നല്ലോ. ഇനി എന്ന് വരും നീ എന്താ വന്നല്ലോ. അപ്പൊ നമ്മുടെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു കൃഷ്ണപ്രിയയുടെയും നെവിന്റെയും? നല്ല പെർഫോമൻസ് ആയിരുന്നു. രണ്ടുപേരും ഭയങ്കര ഗ്രേസ് ഉണ്ടായിരുന്നു രണ്ടുപേർക്കും ചെയ്യുന്നതിൽ. എനിക്ക് ഇടയ്ക്ക് കൃഷ്ണപ്രിയ നിവിൻ വേറെ വഴിക്ക് പോവോന്നൊരു പേടിയുള്ള പോലെ. പേടി ഉണ്ടായിരുന്നോ? അതെ, ഇതിന്റെ ഫസ്റ്റ് ടൈം ആണ് ഞാൻ ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്യണേ. അപ്പൊ അതിന്റെ ഒരു പേടി ഉണ്ടായിരുന്നു, പിന്നെ സന്തോഷം ഉണ്ടായിരുന്നു. ലൈക്ക് ഇങ്ങനത്തെ ഒരു സ്റ്റേജിൽ എനിക്ക് ഒരു അവസരം കിട്ടി. അപ്പൊ താങ്ക് യു. വിചാരിക്കാണ് മലയാളം പറയുമ്പോഴേ ഞാൻ സത്യം ഭയങ്കര സത്യം നല്ലതായിരുന്നു. രണ്ടുപേരും നല്ല രസമായിട്ട് ചെയ്തു. ഞാൻ പേടിയുണ്ടോന്ന് ചോദിച്ചത് നെവിൻ വേറെ റൂട്ടിലേക്ക് പോവോ ഇങ്ങനെ നോക്കി നോക്കി നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി. അപ്പൊ എന്നെ വിശ്വാസമില്ല. ഫസ്റ്റ് എപ്പിസോഡ് എന്നെ വിശ്വാസമില്ല. അടുത്ത എപ്പിസോഡ് പോലും നിന്റെ കയ്യിൽ വിലം കിട്ടിട്ട് ഞങ്ങൾ കേട്ടു. പക്ഷെ നല്ല എനർജി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. ഐ മീൻ നമ്മൾ ഇവിടുന്ന് പറയുന്നുണ്ടായിരുന്നു, അതായത് രണ്ടുപേരും ചെയ്യുന്നതിന് നല്ലൊരു ഗ്രേസ് ഉണ്ട് ചെയ്യുന്നത്. അതാണ് അതിനകത്ത് ഹൈലൈറ്റ് ആയിട്ട് തോന്നുന്നത്. എനിക്ക് ചിരി നിർത്താൻ പറ്റുന്നില്ല. ചിരിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി. ചിരിച്ച് കഴിഞ്ഞിട്ട് ഉറങ്ങിയാൽ മതി എന്നാ പറഞ്ഞാൽ മതി. ചിരിച്ചു കഴിഞ്ഞിട്ട് ചിരി നിർത്താൻ പറ്റുന്നില്ലെന്നല്ലേ മനുഷ്യ ഞാൻ പറഞ്ഞേ. അതിപ്പോ എന്ത് ചെയ്യും? ചിരി അങ്ങോട്ട് പോയി. പക്ഷെ കണ്ടോ ഭയങ്കര കോമഡിയാണെന്ന് നീ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നെവിനെ, അതുകൊണ്ടാണ്. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് നെവിനെ തന്നെയല്ലേ. പ്രയാഗമാമിനെ എനിക്ക് ഇഷ്ടമാണ്. ആ ഒരു വൈബ് എനിക്ക് ഇഷ്ടമാണ്. കാരണം ചില സമയത്ത് മുടി വെട്ടി വരും, ചില സമയത്ത് കളർ അടിച്ച് വരും. എപ്പോഴാണ് എങ്ങനെയൊക്കെയാണ് രൂപം മാറുന്നത് പറയാൻ പറ്റത്തില്ല. ഇന്ന് ഭയങ്കര ഒരു അൺപ്രഡിക്റ്റബിലിറ്റിയിൽ വേണം നമ്മൾ ജീവിക്കാൻ. അതെ, നെവിൻ, KP, coming to the performance, I thoroughly enjoyed it because എനിക്ക് ഒരു ലൈക്കബിലിറ്റി കോഷൻറ്റ് നെവിനോട് ഓൾറെഡി ഉണ്ട്. KPനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതും പരിചയപ്പെടുന്നതും പെർഫോമൻസ് കാണുന്നതും. ആൻഡ് എനിക്ക് തോന്നി നെവിൻ്റെ പേഴ്സണാലിറ്റിക്ക് പറ്റിയ പാട്ടും പെർഫോമൻസും ആയിരുന്നു കാഴ്ച. എനിക്ക് എപ്പോഴും മസാല കുറച്ച് വാരി ഇടാൻ ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് പേടിച്ചു. വിനീതേട്ടൻ പറഞ്ഞതുപോലെ ഇടയ്ക്ക് വെച്ച് നെവിൻ വേറെ വഴി പോവോ, ഇഷ്ടമുള്ളതൊക്കെ ചെയ്യോ, ഇഷ്ടമുള്ള 2 സ്റ്റെപ്പൊക്കെ ഇടുവോന്നും ഞാൻ പേടിച്ചു. അല്ല, അതാണ് ഞാനപ്പോ പേടിച്ച പേടി അവിടെ പാവം KPയുടെ മുഖത്തും എനിക്ക് കാണാൻ. അത് സത്യം. നല്ല ടെൻഷൻ. അപ്പൊ that's going to be your challenge now. Thank you ma'am, thank you. Okay. നെവിൻ, അടിപൊളിയായിരുന്നു കേട്ടോ. രണ്ടുപേരും തകർത്തടിച്ചു. കൃഷ്ണപ്രിയാണോ കൊറിയോഗ്രാഫി ചെയ്ത് അതോ നെവിനോ? രണ്ടുപേരും കൂടെയാണോ? രണ്ടുപേരും കൂടെയാണ് ചെയ്തത്. അതായത് കൃഷ്ണപ്രിയ കുറച്ച് ടഫുള്ള സ്റ്റെപ്പ് ഇടുമ്പോൾ ഞാൻ അതിനെ വെട്ടി ചുരുക്കിയിട്ട് എന്റെ രീതിയിൽ നേരത്തെ നോക്കി നിന്നല്ലേ അങ്ങനെ ഞങ്ങൾ ഡിസൈൻ ചെയ്തത്. അതാ നോക്കി നിന്നേ തെറ്റിച്ചിട്ടോ? അതാണോ തെറ്റിച്ചിട്ട് നോക്കി നിന്നേന്ന്? അതെ അതെ അതെ. അടിപൊളിയായിരുന്നു നെവി. ഫസ്റ്റിലെ നിങ്ങൾ എൻട്രി തന്നെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. കുറേ ഫൺ എലമെന്റ് ഒക്കെ നിങ്ങൾ അതിൻ്റെ അത് കൊണ്ടുവന്നു. ഞാൻ കൃഷ്ണപ്രിയനോട് എങ്ങനെ സംസാരിക്കുന്നു വിചാരിച്ചുകൊണ്ട് ഞാനിവിടെ ഇരുന്ന് അതായിരുന്നു എൻ്റെ വലിയ ടെൻഷൻ. ഞാനിവിടെ ആകെയുള്ള ഗുജറാത്ത് ശ്യാമായിരുന്നു. ശ്യാമിനോട് മാം നല്ല രസമുണ്ട്, നീ ഒന്ന് പറഞ്ഞു കൊടുക്കടാ, നീ ഹിന്ദി നന്നായി പറയുന്നല്ലേ, അവള് നല്ല സുന്ദരിയാണെന്ന് പറഞ്ഞേ.
आप बहुत खूबसूरत हो. बहुत बहुत शुक्रिया. നല്ല ഡാൻസ് ആയിരുന്നു. आप बहुत अच्छा डांस कर रहे थे. നല്ല സുന്ദരകുട്ടിയാണ്. आप बहुत खूबसूरत हो, एक डॉल जैसे दिखते हो. बस मेरी എന്നെ ഇഷ്ടപ്പെട്ടോ? ജോബിൻ മാസ്റ്റർ ഇഷ്ടായോ? जॉबिन सर को आप अच्छे लगे, लाइक बहुत बहुत अच्छा लगा. ഓക്കെ. അപ്പം കൃഷ്ണപ്രിയ സുംബ അല്ലേ പഠിപ്പിക്കുന്നത്? അതെ അതെ. സുംബ പഠിച്ചിട്ട് കുംഭ കുറയ്ക്കുവോ? മലയാളം മനസ്സിലായോ? ആ കുംഭ മനസ്സിലായി. അപ്പൊ അടുത്തേക്ക് നോക്കിയിട്ട് ആരോടെങ്കിലും പറയോ സുംബ പഠിപ്പിച്ച് കുംഭ കുറയ്ക്കാൻ? ഇതാ ഞങ്ങള് തമ്മിലുള്ള ബന്ധം, മനസ്സിലായില്ലേ? കുംഭ ഈസ് ദ സീക്രട്ട് ഓഫ്. അപ്പൊ രണ്ടുപേരും അടിപൊളിയായിരുന്നു കേട്ടോ, കൃഷ്ണപ്രിയ ആൻഡ് നവീൻ. ഇനിയും പുതിയ പുതിയ അടിപൊളി ഡാൻസുകളുമായിട്ട് വെയിറ്റ് ചെയ്യാണ്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ലക്ഷ്മി ചേച്ചി. നെവിൻ ആൻഡ് കൃഷ്ണപ്രിയ ഞാൻ വളരെ എൻജോയ് ചെയ്തു. ആൻഡ് കൃഷ്ണപ്രിയന്റെ ഫസ്റ്റ് ഓൺ ദ ബെല്ലി ഡാൻസിങ് മൂവ്മെന്റ് അല്ലേ, അത് പഠിച്ചിട്ടുണ്ടോ? ഇല്ല, പഠിച്ചിട്ടില്ല. എന്ത് മൂവ്മെന്റ് ചെയ്താലും വളരെ ഗ്രേസ്ഫുൾ ആയിരുന്നു. താങ്ക് യു സോ മച്ച്. ആൻഡ് നെവിൻ മാച്ച്ഡ് കൃഷ്ണപ്രിയ വിത്ത് ഹിസ് എനർജി. വളരെ എൻജോയ് ചെയ്തു, സത്യം. ബ്യൂട്ടിഫുൾ. താങ്ക് യു മാം. സോ മച്ച്. അനു നല്ല പെർഫോമൻസ് ആയിരുന്നു, നല്ല കോമ്പിനേഷൻ. അപ്പൊ ഇത്രയും നേരം സംസാരിച്ചപ്പോഴും എനിക്ക് പെർഫോമൻസ് കണ്ടപ്പോഴേ തോന്നി ഇവർക്ക് നേരത്തെ എന്തോ ഒരു പരിചയം ഉണ്ടെന്ന്. കൃഷ്ണപ്രിയയുടെ മുഖത്ത് ടെൻഷനൊക്കെ ഉണ്ടെങ്കിലും നേരത്തെ അറിയുന്ന ഒരാൾക്ക് ഈ അവന്റെ സ്വഭാവം അറിയുമ്പോൾ ഒരു ടെൻഷൻ വരുമല്ലോ. ഇവൻ ചിലപ്പോ മാറ്റി സ്റ്റെപ്പ് ഇട്ടേക്കാന്ന് തോന്നുന്ന ഒരു ടെൻഷൻ, അതാണ് എനിക്ക് ഫീൽ ചെയ്തേ. മാറ്റി സ്വന്തമായിട്ട് ഇട്ടില്ലേ? ആ ഒരു ടെൻഷൻ ഇപ്പൊ ഇവിടെ എല്ലാരും പറഞ്ഞു. എന്റെ കഴിവും കുറച്ചൊക്കെ കാണിക്കണ്ടേ മാഡം? അത് വേണം, നമ്മുടെ സ്വന്തം കഴിവൂടെ കൊണ്ടുവരണ്ടേ. പക്ഷെ എന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞിരിക്കണം, നല്ലതാ. നന്നായിരുന്നു. പറഞ്ഞ പോലെ ചേച്ചി പറഞ്ഞതുപോലെ എനിക്ക് കൃഷ്ണപ്രിയയുടെ ഹിപ്പ് മൂവ്മെന്റ്സ് ഭയങ്കര ഇഷ്ടമായി. അത് നോക്കിയിരുന്നപ്പോഴാണ് ഞാൻ ആ ആപ്സ് ശ്രദ്ധിച്ചത്. നൈസ് നൈസ് ആപ്സ്. സൂംബ ചെയ്ത് വന്നതാണോ? അതെ അതെ. കൊള്ളാം കൊള്ളാം. അപ്പൊ എന്തായാലും കൃഷ്ണപ്രിയ ആൻഡ് നെവിൻ ഒരു അപാര സർപ്രൈസ് ആൻഡ് കോമ്പിനേഷൻ ആയിട്ടുണ്ട്. നല്ലൊരു തുടക്കം. ഇനി നെവിൻ നമ്മുടെ കുംഭ കുറയോ അതോ സുംബയിലേക്ക് എന്താണ് ഇവിടെ സംഭവിക്കാൻ പോണേ? ഇല്ല, ഞാനിപ്പോ ഇവിടെ പ്രസന്റ് ചെയ്യുന്നത് കുംഭയുള്ള ആൾക്കാർക്കും ഡാൻസ് ചെയ്യാന്നുള്ള ഒരു മോട്ടിവേഷനിലാണ് ഞാൻ വന്നേക്കുന്നത്. ഇപ്പൊ ഞാൻ കുംഭ കുറച്ചിട്ടുണ്ടെങ്കിൽ എന്നെ പോലെ വയറും താങ്ങിയിരുന്ന് ഡാൻസിനോട് അത്രക്ക് ഇഷ്ടമുള്ളവരൊക്കെ എന്ത് ചെയ്യും? സോ ഐ എം റെപ്രസെന്റിങ് ദീസ് കൈൻഡ്. ഇവിടെയാണ് അപ്പൊ ഞാൻ പ്രസന്റ് ചെയ്യുന്നത് അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർക്ക്. അവിടെ ഞാൻ കുറയ്ക്കില്ല. ഞാൻ ഐ ലവ് മൈ കുംഭ. We love you. അപ്പൊ എന്തായാലും once again for Krishnapriya and Nevin. Thank you. Thank you so much. Thank you. അപ്പൊ നമ്മുടെ ഡാൻസ് ധമാക്കയിലെ അവസാനത്തെ കണ്ടസ്റ്റന്റ്സിനെ വിളിക്കാനുള്ള സമയമായി. ഇനി ആരാണ് ആ ബാക്കി നിൽക്കുന്ന രണ്ടു പേരെന്നറിയാം. ധമാക്കയിൽ നിന്ന് നമ്മൾ തുടങ്ങി, അവസാനിക്കുന്നത് പതാക്കയിൽ നിന്നാണോ ധമാക്കയിൽ നിന്നാണോ? ധമാക്കയിൽ നിന്ന് തന്നെയാണ് അവസാനിക്കുന്നത്. ആരാണ്? ഞാൻ എന്റെ ടീമിലെ വൺ ഓഫ് ദി ബെസ്റ്റ് കപ്പിൾ ജിതേഷ് ആൻഡ് ഗോപിക. ജിതേഷ് ആൻഡ് ഗോപിക ഫ്രം ധമാക്ക.
കാത്തു കഴിയും നിന്നെ ഒന്ന് കാണാനായി. ദൂരെ ഇരുളിൽ മഞ്ഞു കനവിൽ എന്നെ തേടിയില്ലേ നീ. നിന്നോരോ വാക്കിലും നീളും നോക്കിലും പൂന്തേൻ തുള്ളികൾ നിറയെ പൊഴിയേ. എന്തേ ഇങ്ങനെ മായാജാലമോ എന്നെ തന്നെ ഞാനെവിടെ മറന്നോ. നിറമായി നിഴലായി നീയില്ലേ എന്നാലും. നീല നിലവേ നിലവിലഴകേ താരമരികെ വിരിയും ചിരിയെ പാറിയുയരാൻ ചിറകിലലയാൻ തോന്നലുണരും മനസ്സിൽ വെറുതെ. എന്തായിരുന്നു ഓ മൈ ഗോഡ് ജിതേഷ് ആൻഡ് ഗോപിക. നമ്മള് കണ്ണ് ചിമ്മാൻ തോന്നിയില്ല. എന്തെങ്കിലും മിസ്സായി പോവോ എന്ന് നമ്മളങ്ങ് വിചാരിച്ചു പോയി. ശരിക്കും ജിതേഷ് ഒരു കൊറിയോഗ്രാഫർ ഡാൻസർ എന്നതിലുപരി ഒരു പാരാമെഡിക്കൽ സ്റ്റുഡന്റ് ആയിരുന്നു അല്ലേ? ഞാൻ പാസ്സായിട്ട് ഇപ്പോൾ ഒരു 2 years ആയി. പക്ഷേ ഞാൻ ട്രെയിനിങ് കഴിഞ്ഞ് പിന്നെ ജോബിലോട്ട് കയറിയില്ല. പക്ഷെ എനിക്ക് പാഷൻ ഫോക്കസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടുള്ള ഇതായിട്ട് എനിക്ക് തോന്നുന്നു പുറത്ത് എവിടെയോ പോവാൻ വേണ്ടിട്ടായിരുന്നു പ്ലാൻ അല്ലേ? പുറത്ത് അമ്മയുടെ ആഗ്രഹം അതായിരുന്നു, പുറത്ത് പോകണം. അതാണ് പാരാമെഡിക്കൽ നഴ്സിംഗ് എല്ലാവരും പഠിച്ചിട്ട് ഓൾമോസ്റ്റ് എല്ലാവരും പുറത്ത് പോകണം. കാരണം നമ്മുടെ നാട്ടിൽ അതിനുള്ള സാലറിയും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് സ്കോപ്പ് ഉണ്ട്, പക്ഷെ അതിൻ്റെതായ നമ്മൾ ആ ഇത്രയും വർഷം പഠിച്ച് അതിലോട്ട് എത്തിയതിൻ്റെ ഒരു ഇത് കിട്ടുന്നില്ല. സോ എല്ലാവരും പുറത്ത് പോകണം, അബ്രോഡ് പോകണമെന്ന് തന്നെയാണ്. പക്ഷെ എനിക്ക് അബ്രോഡ് പോയാൽ എനിക്കിവിടെ നാട്ടിൽ പ്രൂവ് ചെയ്യാൻ പറ്റില്ലല്ലോ ഞാൻ എന്താണ്. സോ എൻ്റെ നാട്ടിൽ എനിക്കിവിടെ തന്നെ ചെയ്ത് കയറി വരണമെന്നുള്ളതുകൊണ്ട് ഞാൻ ട്രിവാൻഡ്രം. തിരുവനന്തപുരത്ത് കഴക്കൂട്ടം. കഴക്കൂട്ടം മേനംകുളം ചിറ്റാറ്റൂക്കിൽ എവിടെ ജീവന്റെ വീട്ടിന്റെ എവിടെ സ്റ്റുഡിയോ ഇട്ടേക്കണ ജീവന്റെ വീട്ടിന്റെ എവിടെ അങ്ങനെയൊക്കെ ചോദിച്ചു. അല്ല വർഷങ്ങൾക്ക് മുമ്പ് പെട്ടെന്ന് ആ ജീവനായ അല്ല ഞങ്ങളുടെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ട്രൂപ്പിൽ മിമിക്രി കളിക്കുന്ന സമയത്ത് റെക്കോർഡിംഗ് ഐറ്റംസ് ഉണ്ട്. അത് ചെയ്യാനായിട്ട് ഈ രാത്രി മൊത്തവും ചെല്ലുന്ന സ്ഥലം ചിറ്റാറ്റുമുക്കിൽ നമ്മുടെ ഫ്രണ്ട് ഉണ്ട് ജീവൻ, അവന്റെ സ്റ്റുഡിയോ ചിറ്റാറ്റുമുക്കിലാണ്. അപ്പൊ ഞങ്ങൾ ഡെയിലി അവിടെയാണ് എപ്പോഴും ഡബിങ്ങിന്. അങ്ങനെ ശരി. എന്താ ചെയ്യുന്നത് ഗോപിക? ഫിലോസഫി ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. ഫിലോസഫി. പിന്നെ 8 years ആയിട്ട് ഇൻ ദ പ്രൊഫഷണൽ ഡാൻസ് ഫീൽഡിലുണ്ട്. ഒരു ഫിലിം കൊറിയോഗ്രാഫർ സജ്നാനജന്റെ ഒപ്പം വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ മലയാളം പ്ലാറ്റ്ഫോമിൽ ആദ്യമായിട്ടാണ്. ആൻഡ് ഐ എം ഗ്ലാഡ് ദാറ്റ് ഐ ഗോട്ട് ആൻ ഓപ്പർച്യൂണിറ്റി. എന്തായാലും അപ്പു ലാസ്റ്റ് ഇറക്കിയ കാർഡ് കൊള്ളാം. അതൊരു 1.5 കാർഡ് തന്നെയാണ്. This was starting with Anu. ജിതേഷ് ആൻഡ് ഗോപിക അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു മാം. ഈ പാട്ട് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നല്ലോ. അപ്പൊ ഞാൻ കുറെ പെർഫോമൻസ് ഈ പാട്ടിൽ കണ്ടിട്ടുണ്ട്, സോഷ്യൽ മീഡിയയിലും കണ്ടിട്ടുണ്ട്, അല്ലാതെ നേരിട്ടും കണ്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ചെയ്ത ഈ ഒരു പെർഫോമൻസിന് ഒരു ഫ്രഷ് ഫീൽ ഉണ്ടായിരുന്നു. ശരിക്കും ഹാർഡ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് ആണ് രണ്ടുപേരും ചെയ്തത്. പക്ഷെ നല്ലൊരു ഫ്ലോ ഉണ്ടായിരുന്നു ചെയ്യുന്നത്. നിങ്ങളുടെ ആ ഒരു നമുക്ക് അറിയാം അത് ഹാർഡാണെന്ന്, പക്ഷെ നിങ്ങളത് ഈസി ആയിട്ടാ ചെയ്തേ. പെണ്ണെ പെണ്ണെ കാതലി നെഞ്ചിൽ നീ എൻ പഞ്ചമി, കണ്ണിൽ മിന്നും കൺമണി നീ താനേ. പെണ്ണെ പെണ്ണെ കാതലി നെഞ്ചിൽ നീ എൻ പഞ്ചമി. പിന്നെ എനിക്ക് തോന്നുന്നവർ നല്ല കോൺഫിഡന്റ് ആണ്. ഡാൻസ് എൻഡ് ചെയ്തതിന് ശേഷമുള്ള ഡാൻസ് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അവർക്ക് അവർ ചെയ്ത പെർഫോമൻസിൽ നല്ല കോൺഫിഡൻസ് ഉണ്ട്. അത് ഇനിയും കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവട്ടെ എല്ലാ പെർഫോമൻസിലും. All the best. Sure. Thank you, ma'am. Thank you. ജിതേഷ് ആൻഡ് ഗോപിക. Yes, ma'am. അനു പറഞ്ഞതുപോലെ സ്റ്റെപ്സ് വളരെ ബുദ്ധിമുട്ടായിരുന്നു, വളരെ കോംപ്ലിക്കേറ്റഡ് സ്റ്റെപ്സ്. ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ദ ജനറൽ കോൺസെപ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ദ ഹോൾ പീസ്
വളരെ സിമ്പിൾ ആയിരുന്നു, ഈസി ആയിരുന്നു, നമ്മ കണക്ക് വളരെ ഈസി ആയിരുന്നു. സോ ഐ തിങ്ക് ദാറ്റ് ആഡഡ് ടു ദ ബ്യൂട്ടി ഓഫ് ദിസ് സോങ്. ആൻഡ് both of you danced it so well, executed it so well. Thank you, ma'am. So I think half the USP was choreographically വളരെ simple ആയിട്ട് ട്രീറ്റ് ചെയ്തു. Not the dance steps, but the whole concept. That I liked very much. Thank you so much, ma'am. വിനീതേട്ടാ ജിതേഷ്, ഗോപിക രണ്ടുപേരുടെയും പെർഫോമൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇഷ്ടമാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ആ പാട്ടിനകത്തുള്ള ഒരു റൊമാൻസ് ഉണ്ടല്ലോ, അത് നിങ്ങളുടെ രണ്ടുപേരുടെയും ബോഡി ലാംഗ്വേജിലും അത് ഭയങ്കരമായിട്ട് റിഫ്ലക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. നല്ല കോറിയോഗ്രാഫി ആയിരുന്നു. അപ്പൊ അത് ഭയങ്കരമായിട്ട് ഇംപ്രസീവ് ആയിരുന്നു. നിങ്ങൾ രണ്ടുപേരും കൂടി ചെയ്തതാണോ? അല്ലല്ല, എനിക്ക് എന്റെ കൂടെ എന്റെ ചേട്ടൻ കൊറിയോഗ്രാഫി ചെയ്തിട്ടുണ്ട്. ചേട്ടൻ മനോജ് മോസസ് അറിയാം. ഓ മനോജിന്റെ, നമ്മുടെ മനുവിനെ വിനീതേട്ടൻ അറിയാലോ. മനു ആരാന്നുള്ളത് മലൈക്കോട്ടെ വാലിബനിലെ ആണ് അവന്റെ ഫസ്റ്റ് പടം. നമ്മുടെ തിരുവനന്തപുരത്തെ മനോജ്, അമ്മമ്മ മനു. ആ നമ്മുടെ മനു. അപ്പൊ മനുവിന്റെ കൊറിയോഗ്രാഫി ആണിത്. ഓക്കെ, ഗ്രേറ്റ്. ചേട്ടനും ഷാൽജനും മനുവിന്റെ കൂടെ തന്നെയുള്ള ഷാൽജൻ. ജിതേഷ് ആൻഡ് ഗോപിക, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനർജി ഡ്രോപ്പ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായില്ല. ഭയങ്കര എനർജി പാക്ഡ് പെർഫോമൻസ് എന്ന് പറയില്ലേ, അതുപോലെയായിരുന്നു. പിന്നെ എനിക്ക് ഒരു ബൗൺസ് തോന്നി, നിങ്ങളുടെ എല്ലാ സ്റ്റെപ്സിനും മൂവ്സിനും ഒക്കെ ഒരു ബൗൺസി ഫീല്, വിച്ച് ആഡഡ് ടു ദ ഹോൾ പെർഫോമൻസ്. ഗോപിക എന്താ ചെയ്യുന്നേ? ഫിറ്റ്നസ് ട്രെയിനർ ആണ്. No. I must compliment on having എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആകാരവടിവ് എന്ന് പറയത്തില്ലേ, ദാറ്റ് ഫിസിക്. ബിക്കോസ് നല്ല ഫിസിക് ഉണ്ടാവുമ്പോൾ നമ്മുടെ മൂവ്സ് ഷാർപ്പായിരിക്കും, ക്ലീൻ ആയിരിക്കും, ക്ലിയർ ആയിരിക്കും. ആൻഡ് ദാറ്റ് വാസ് സീൻ. അപ്പം ഏത് കോസ്റ്റ്യൂം ഇടുമ്പോഴും അത് നന്നായിട്ട് ചേരുകയും ചെയ്യും. എല്ലാം കൊണ്ടും വളരെ എഫേർട്ട്ലെസ് ആയിരുന്നു ഈ കൊറിയോഗ്രാഫി ഓൺ യു ഗൈസ്. താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു. ജിതേഷ് ആൻഡ് ഗോപിക, പെർഫോമൻസ് ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. ജിതേഷിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിന്റെ എന്തൊരു പെർഫോമൻസ് ആണ്. നിന്റെ ചെയ്യുന്നത് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാ. നീ ചെയ്യുന്ന ഓരോ സ്റ്റെപ്സിലും അതിന്റെ ക്ലാരിറ്റിയും ഓരോന്നും തീർത്ത് പോയി ഇങ്ങനെ ഒഴുകി നടക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ഗോപിക അതേപോലെ തന്നെ നിന്റെ നിന്റെ ലൈറ്റ്സിൽ നിന്നെ ഓപ്പൺ ചെയ്ത് കണ്ടപ്പോൾ തന്നെ നീ ഫസ്റ്റ് ചെയ്ത സെമി വിത്ത് വെസ്റ്റേൺ രണ്ട് മിക്സ് ചെയ്തു. വണ്ടർഫുൾ. രണ്ടുപേരും നല്ല ഗ്രേറ്റ് ജോഡിയാണ്. ജോബിൻ സാർ, ആഡ് ചെയ്യാനുണ്ട്. പറഞ്ഞോളൂ. നിങ്ങൾ ഇത്രയും നല്ല കമന്റ്സ് ജിതേഷിനും ഗോപിക്കും കൊടുത്തതിൽ ഒരുപാട് നന്ദിയുണ്ട്. ഇവരിത് എത്ര നേരം കൊണ്ടാണ് ഇത് ചെയ്തതെന്ന് അറിയോ? എത്ര സമയം ഇതിനെടുത്തിട്ടുണ്ടാവും ഇങ്ങനെ ഒരു കൊറിയോഗ്രാഫി? ഇങ്ങനത്തെ ഒരു കൊറിയോഗ്രാഫി ചെയ്യണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 4 to 5 days മിനിമം വേണം. ഇവര് കണ്ടുമുട്ടുന്നത് ഇന്നലെയാണ്. ഈ രണ്ട് പാർട്ട്നേഴ്സ് ഞാൻ നോക്കുമ്പോൾ നൈറ്റ് ഇരുന്നിട്ട് ഇവര് 5 മണിക്ക് വരും എന്ന് പറഞ്ഞു. ഞങ്ങൾ 5 മണി തൊട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. 8 മണിയായപ്പോഴാണ് അവർക്ക് തുടങ്ങാൻ പറ്റിയത് രാത്രി. ഇവര് 8 to 2 കൊറിയോ കംപ്ലീറ്റ് ചെയ്ത് എനിക്ക് കാണിച്ചു തന്നു. ഗ്രേറ്റ് മാൻ. ദാറ്റ്സ് എ ഗ്രേറ്റ് ടീം വർക്ക്. അത് ജിതേഷിനും ഗോപിക്കും മാത്രം ചെയ്യാൻ പറ്റില്ല. അത് പറയാൻ വരുമായിരുന്നു. ഞാൻ ആദ്യം അതിന്റെ കൊറിയോഗ്രാഫിയിലേക്കും കൂടെ കടക്കുമായിരുന്നു. ബ്യൂട്ടിഫുൾ കൊറിയോഗ്രാഫി ആയിരുന്നു. ഫസ്റ്റ് തുടങ്ങിയപ്പോൾ മുതൽ അവസാനം വരെയുള്ള കൊറിയോഗ്രാഫി, ഓരോരോ പോർഷനും ഭയങ്കര എൻജോയ് ചെയ്താ കണ്ട്. ആൻഡ് മനുവിനും നല്ലൊരു കയ്യടി കൊടുത്തേ പറ്റൂ അതിന് കേട്ടോ. പ്ലീസ് മനുവിനെ ഒന്ന് എനിക്ക് സ്റ്റേജിൽ വിളിക്കണം. അങ്ങനെ നിന്നെ ഞാൻ അവിടെ നിൽക്കാൻ സമ്മതിക്കില്ല. 3-4 കഥയുണ്ട് ഇവിടെ. അതെ കൊറേ ഉണ്ട്. നീ വാ. നീ സാധാരണ ഇങ്ങനെ ബാക്കിലൊന്നും ഒളിഞ്ഞു നിക്കാറൊന്നുമില്ലല്ലോ. ഇതെന്ത് പറ്റി? അല്ല, കൊറിയോഗ്രാഫർ ആയതുകൊണ്ട് ബാക്കി നിൽക്കാന്ന് വിചാരിച്ചു. എങ്ങനെയുണ്ട്
നമ്മൾ പിള്ളേർ ഇന്നലെ കണ്ടുമുട്ടി എന്ന് പറയുന്നു, കുറച്ച് സമയത്തിനുള്ളിൽ ഇങ്ങനെ ഇത്രയും അടിപൊളിയായിട്ട് ഇവർ പഠിച്ചു. എങ്ങനെയാണത് ചെയ്തെടുത്തത്? അല്ല, സമയം ഷോർട്ട് ടൈം ആയിരുന്നു, ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഇവർ രണ്ടുപേരും കളിക്കുന്നുള്ളതുകൊണ്ട് പിന്നെ ടപ്പട്ടപ്പയെന്ന് പഠിപ്പിച്ച് തീർത്തതാണ്. പിന്നെ ഷാലു, അവൻ്റെ ഹെൽപ്പില്ലെങ്കിൽ ഒട്ടും പറ്റൂല ഇത്. ലക്ഷ്മി ചേച്ചി വളരെ ബിസി ആയിട്ടുള്ള ഒരു മൂവി ആർട്ടിസ്റ്റ് ആണ് മനു. നമ്പർ ഓഫ് ഫിലിംസ് ആണ് അവൻ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ചെയ്തേക്കുന്നത്. എല്ലാം നല്ല അടിപൊളി കളക്ഷൻ കിട്ടിയ പടങ്ങളാണ്. സ്റ്റാർട്ടിങ് തന്നെ ലാലേട്ടന്റെ കൂടെ ഒരു സ്ട്രോങ് ക്യാരക്ടർ മലൈക്കോട്ടെ വാലിബൻ എന്ന് പറഞ്ഞ ലിജോ ജോസ് പല്ലിശ്ശേരിയിലെ സിനിമയിലാണ് അവൻ ഫസ്റ്റ് അഭിനയിക്കുന്നത്. മനുവും ഇതേപോലെ റിയാലിറ്റി ഷോ ത്രൂ വന്നതാണ്. മലയാളത്തിലും അതുപോലെ തമിഴിൽ പോയി വിജയിച്ചിട്ട് വന്നതാണ്. സോ ഹീസ് ഗോട്ട് എ വെരി സ്ട്രോങ് എക്സ്പീരിയൻസ് ഇൻ ദ ഡാൻസ് റിയാലിറ്റി ഷോ ഇൻഡസ്ട്രി ആക്ച്വലി. അപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങൾ കറക്റ്റ് റൂട്ടാണ് കേട്ടോ പിടിച്ചിരിക്കുന്നത്. വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു തീരുമാനം. ഈ ഷൽജിന്റെ പാർട്ടിസിപ്പേഷൻ ശരിക്കും മനുവിന്റെ വലങ്കൈയാണ് ഷൽജിൻ. എന്റെ നിഴലെന്ന് വേണമെങ്കിൽ പറയാം. അതെ അതെ. അപ്പൊ വണ്ടർഫുൾ സ്റ്റാർട്ട്. ലുക്കിംഗ് ഫോർവേഡ് ടു മോർ. താങ്ക് യു സോ മച്ച് ഗോപിക, ജിതേഷ്, മനു ആൻഡ് ഷൽജിൻ. അങ്ങനെ ഡാൻസ് ധമാക്കയില് നമ്മുടെ ഒരു പ്ലാൻ പ്രകാരം 10 പേഴ്സാണ്. പക്ഷേ നമ്മൾക്കിവിടെ ഇന്നൊരു സ്പെഷ്യൽ പെർഫോമൻസും നല്ലൊരു മൊമെൻറ്റും ഭയങ്കര ഗിഫ്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള ഒരു നിമിഷം നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് 11 സ്ട്രോങ് കണ്ടസ്റ്റന്റ് പേഴ്സ് ആണ് ഡാൻസ് ധമാക്കയിൽ ഉള്ളത്. ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ ജഡ്ജസ് ഒക്കെ കൂളായിരുന്ന് ചില്ലായിട്ട് പെർഫോമൻസ് ഒക്കെ കണ്ടു. പക്ഷേ അടുത്ത പ്രാവശ്യം മുതൽ നമ്മൾ അവിടെ മാർക്കിടുന്നുണ്ട്. നമ്മൾ ചിലപ്പം വളരെ ചെറിയ വ്യത്യാസത്തിലൊക്കെ ആയിരിക്കും ചിലവർ പിന്നിലും മുന്നിലും ഒക്കെ നിൽക്കുന്നത്. യഥാർത്ഥ യുദ്ധം തുടങ്ങാൻ പോണത് അപ്പോഴാണ്. അതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു. ശരിക്കും നിങ്ങൾ സ്റ്റാർട്ടിങ് മുതൽ വന്നപ്പം മുതൽ ഡാൻസിലൂടെ വന്ന് നിറസാന്നിധ്യത്തിൽ ഫുൾ എപ്പിസോഡ് നമ്മുടെ കണ്ടസ്റ്റൻസിന് ഇത്രയധികം സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദി ലക്ഷ്മി ചേച്ചി ആൻഡ് അനു. താങ്ക് യു സോ മച്ച്. ഇനി ഡാൻസ് ധമാക്കയിലെ ഷോയിൽ വീണ്ടും വീണ്ടും വരണം. സോ വി ഹോപ്പ് ടു സീ യു അഗൈൻ. താങ്ക് യു സോ മച്ച്. അപ്പം ചേച്ചി അനു പൊളിച്ചില്ലേ നമ്മളെ ടീം ഫുള്ള് 10 ടീം. 11 എന്റെ സ്വന്തം ടീമുണ്ട്. അതെ, നോബി ചേട്ടനുണ്ട് ഇപ്പൊ. പട്ടാക്ക ധമാക്ക ആൻഡ് ടീം നോബി. നമ്മള് വയനാടിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തേക്കുന്ന ടീമിൽ. അതെ അതെ അതെ. വേറെ സമയം എനിക്ക് ഭയങ്കര ടെൻഷൻ. നിങ്ങളെ 3 പേരും ആലോചിച്ച ടെൻഷനാണ്. നിങ്ങൾ എങ്ങനെ മാർക്കിടും? കാര്യം ഓരോരുത്തരും ഒന്നിനൊന്നിനും മെച്ച പെർഫോമൻസ്. ഇവിടെ ഇന്ന് ടെൻഷൻ അടിക്കുന്ന കാണാം. അവരെക്കാളും ടെൻഷൻ നിങ്ങൾക്കായിരിക്കും. നോക്കിയോ, ഭയങ്കര സ്ട്രോങ് ആയിട്ടുണ്ട്. അവിടെ നോക്കുമ്പോ തന്നെ ടെൻഷൻ ആവുന്നുണ്ടല്ലേ? ആ ജിഷ്ണു ഇതിനൊന്നും മിണ്ടാത്ത സ്ട്രോങ് ആണോ? സ്ട്രോങ് ആണോ ഇല്ലയോ എന്ന് പറ. സ്ട്രോങ് ആണ്. അതിനോട് നിങ്ങൾ അടുത്തിട്ട് അടിക്കോ വരെ തകർക്കോ ഇല്ലയോ? അടിക്കുന്നില്ല, പക്ഷെ ഇവര് സ്ട്രോങ് ആണ്. പക്ഷെ അതിന്റെ അപ്പുറം സ്ട്രോങ് ആണ് ഞങ്ങളും. നാസിഫ് അപ്പൂസ് അറിയോ എന്താ നീ പറ? നമ്മളൊരു സ്ട്രോങ് ആയിട്ടുള്ള ടീമിനെ തോപ്പിക്കുന്നു, അതാണ് നമ്മുടെ ഉദ്ദേശം. കോമ്പറ്റീഷൻ തന്നെ അടിപൊളി. യുവമാർ തമ്മിൽ കിടന്ന് അടിയാവോ നോക്കണം നമുക്ക്. ഇപ്പോഴുള്ള ഒരു ബോണ്ടിങ് ദേ ഇവിടെ നിന്ന് കാണാം. നമ്മുടെ അജിത്തിന്റെ കൈ ഇരിക്കുന്നത് വിനീഷേട്ടന്റെ ഷോൾഡറിലാണ്. ഇത് അടുത്തൊരു 3-4 റൗണ്ട് കഴിയുമ്പോഴും എനിക്ക് ഇത് കാണാൻ എന്തായാലും കാത്തിരുന്ന് കാണുക ഡാൻസ് ധമാക്കയുടെ അടുത്ത ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റൗണ്ട്സും പെർഫോമൻസസിനുമായി. അപ്പം നമുക്കൊരു കലാശക്കൊട്ടായാലോ? ഇന്നത്തെ ഈ എപ്പിസോഡ് നമ്മളൊരു ആഘോഷത്തിലൂടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഡാൻസ് ധമാക്ക എന്ന് പറയുമ്പോൾ എന്താ ധമാക്ക? ഇവിടെ കേറി വാ, എല്ലാവരും കൂടെ വാ, നമുക്ക് ഒരുമിച്ച് നമുക്കിത് ആഘോഷിച്ച് ലെറ്റ്സ് വൈൻഡ് അപ്പ് ദിസ് എപ്പിസോഡ് ഓഫ് ഡാൻസ് ധമാക്ക.